സുഹൃത്തുക്കളെ, ശ്രീനി പട്ടത്താനത്തിൻ്റെ യുക്തിവാദ പ്രവർത്തനത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ശ്രീനി പട്ടത്താനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ആമുഖമായി കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ നാഗേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നാഗേഷ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ശ്രീനി പട്ടത്താനം എന്ന യുക്തിവാദിയുടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്ന 50 വർഷങ്ങളെക്കുറിച്ച് നമുക്ക് ലളിതമായിട്ടൊന്ന് ഓർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ നമ്മളതിനെ നിലവിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, പിന്നാലെ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, ഇപ്പോൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ കേൾക്കുക എന്ന ഒരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ യുക്തിവാദി സംഗമം എന്ന പേരിൽ, സാധാരണ യുക്തിവാദി ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ ഒരു പേരിൽ പരിപാടി തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇതിൽ ശ്രീനി പട്ടത്താനം നമ്മൾ കണക്ക് നോക്കിയപ്പോൾ ശ്രീനി സാറിൻ്റെ അതിന് ചോദിച്ചു, സാറ് തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു? സാറ് കണക്ക് കൂടിയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രത്യേക കണക്കൊന്നും വേണ്ട, നമുക്ക് 50, 25 ഒക്കെ ഇടുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഇടുന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ കറക്റ്റായി പറഞ്ഞു, 49 കഴിഞ്ഞ് 50ലേക്ക് കടക്കുമെന്ന് പറഞ്ഞാൽ. കാലഘട്ടങ്ങളെല്ലാം വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിൽ. എനിക്ക് മനസ്സിലാക്കുന്നത്, ശ്രീനി പട്ടത്താനം എന്ന യുക്തിവാദി പ്രവർത്തകൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് യുക്തിവാദിയായി ഒന്നും മിണ്ടാതെ ജീവിച്ചു പോവാം. യുക്തിവാദിയാണ് എല്ലാ കാര്യങ്ങളിലും, സാമൂഹിക കാര്യത്തിലും കുടുംബകാര്യങ്ങളിലും മറ്റിലും യുക്തിചിന്ത വെച്ച് പ്രവർത്തിച്ച് അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റും. നമ്മുടെ സാമൂഹിക സാഹചര്യം, നമ്മുടെ രാഷ്ട്രം ഒരു സെക്യുലർ രാഷ്ട്രമാണ്. ആ രീതിയിൽ അല്പസമരോത്സവപ്പെട്ടു പോയാൽ ജീവിച്ചു പോകാൻ പറ്റും. സമൂഹത്തിൽ യുക്തിവാദി പ്രവർത്തനം നടത്തുക എന്നുള്ളത് അതിസമരോത്സവ പ്രവർത്തനം തന്നെയാണ്. ഒരു വ്യക്തി സമൂഹത്തെ പരിവർത്തനത്തിലേക്ക് ഏർപ്പെടുക എന്നോ, ഇന്നത്തെ പല ആൾക്കാരും യുക്തിവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില പ്രചരണങ്ങൾ, അതായത് പ്രഭാഷണങ്ങളും മറ്റും ചെയ്തിരുന്ന ഇന്നത്തെ കാലത്തിനേക്കാളും മുൻകാലങ്ങളിൽ വെച്ചാൽ സമൂഹത്തിൽ ഇറങ്ങി ആൾക്കാരെ സംഘടിപ്പിച്ച് നമ്മൾ വിജ്ഞാന സദസ്സുകൾ ഉണ്ടാക്കി ചില മേഖലകളിൽ സമര പരിപാടികളെ സംഘടിപ്പിച്ച രീതിയുണ്ട്. നമുക്ക് മാതൃക എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനെയൊക്കെ മുന്നോട്ട് വെച്ച മാതൃകയാണ്. ശ്രീനി പട്ടത്താനം എനിക്ക് തോന്നിയിട്ടുള്ളത് ആ രീതിയിലുള്ള പിന്തുടരെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊക്കെ 96, 95 കാലഘട്ടത്തിലേക്കാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. ആ കാലം മുതൽ ഞങ്ങൾ കാണുന്ന ഈ കേരളത്തിലെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു നേതാവ്, യുക്തിവാദി നേതാവായിട്ട് അറിയപ്പെടുന്ന ശ്രീനി പട്ടത്താനത്തിനാണ്. എല്ലായിടത്തും ഓടി എത്തുക, മീറ്റിങ്ങുകൾ കൂടുക, പുസ്തക പ്രചരണം നടത്തുക, മാസിക പ്രചരണം നടത്തുക, ആ കാര്യങ്ങളിൽ ശ്രീനി പട്ടത്താനം എൻ്റെ ഈ അറിവ് വെച്ചാൽ, യുക്തിവാദ രംഗത്ത് അറിവ് വെച്ച് താളുമ്പോൾ ഞാൻ കാണുന്നതാണ്. അദ്ദേഹത്തിന് 50 വർഷത്തോളം അദ്ദേഹത്തിന് പ്രവർത്തനമായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ നമ്മൾ എന്തുകൊണ്ട് വ്യക്തികളെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ, വ്യക്തികളാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, കൂട്ടങ്ങളെക്കാളും വ്യക്തികൾ തന്നെയാണ്. വ്യക്തികളെ അടയാളപ്പെടുത്തണം, വ്യക്തികളെ നമ്മൾ ഓർക്കണം, വ്യക്തികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റ് തലമുറയിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു കൊടുക്കുകയും വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രീനി പട്ടത്താനം എന്ന വ്യക്തിയുടെ ഇത്ര കാലത്തെ പ്രവർത്തനത്തെ നമ്മൾ ലളിത കൂട്ടത്തിൽ, ചെറിയ കൂട്ടങ്ങളിൽ നമ്മൾ പറയുന്നത്. ഇത് വരുന്ന തലമുറയിൽപ്പെട്ട ആൾക്കാർ ചരിത്ര പഠനത്തോലെ പഠിക്കേണ്ടതും കൂടെ ആവശ്യമാണ്. നമ്മൾ മിക്ക മനുഷ്യരുടെയും ചരിത്രവും ആത്മകഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത്തരം വ്യക്തികൾ ഇത്രയും സമരോത്സവപരമായി ഒരു സമൂഹത്തെ പരിവർത്തനത്തിന് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഏറ്റവും വലിയൊരു സംഘാടകനെയാണ് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അധ്യക്ഷനായി നിൽക്കുന്നത് രാഘവൻ പട്ടത്തിലാണ്. ശ്രീനി സാറിൻ്റെ ശ്രീനി സാറ് ഉണ്ടാക്കിയ സംഘടനയാണ് ഭാരതീയ യുക്തിവാദ സംഘം. അതിൻ്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് ഇതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ ആശംസ സംസാരിക്കുന്നത് ശ്രീനി പട്ടത്താനത്തിൻ്റെ കൂടെ ഇന്ത്യൻ യുക്തിവാദ സംഘമായാലും പിന്നെയുള്ള പ്രവർത്തനത്തിലും കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി പാലക്കാടാണ്. അപ്പം അദ്ദേഹവും ഇതിൽ വിളിച്ച ഉടനെ, അതായത് ഇത്തരം സംഗമത്തിൽ എത്തിച്ചേരാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. ജോർജ് പുല്ലാർ സാറ് ശ്രീനി സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉള്ളതാണ്. അദ്ദേഹം ഇതിൽ 2 വാക്ക് പറയും.
അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ഈ പറഞ്ഞ ആൾക്കാരും എല്ലാവരും ഇപ്പോൾ ഒന്നോ രണ്ടോ വർത്തമാനങ്ങൾ പറയാറുണ്ട്. നമുക്ക് സമയത്തിൻ്റെ ഒരു ക്രമീകരണമുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് സമയം ചുരുക്കി സംസാരിച്ച് വളരെ നന്നായിരിക്കും. നമുക്ക് ഇത്തരം സംഗമങ്ങൾ എല്ലായിടത്തും കൂടിയാൽ നന്നായിരിക്കും. നമുക്ക് പങ്കെടുക്കുന്നവർക്കൊരു സന്തോഷം ഉണ്ടാവും പരസ്പരം. ഞാൻ ഇപ്പോൾ നമ്മളെ മീറ്റിംഗ് വിളിച്ചപ്പോൾ തന്നെ നമ്മളെ കൊട്ടാരക്കരയുള്ള കൃഷ്ണൻകുട്ടി സാറ് ഇവിടെ വന്നപ്പോൾ പാലക്കാടുള്ള കൃഷ്ണൻകുട്ടി സാറുമായി സൗഹൃദം ഉണ്ടാകും. 30 വർഷം ശേഷം കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് ഈ നീണ്ട കാലത്തുള്ള കാണാനുള്ള മനുഷ്യരങ്ങാണല്ലോ. നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കൂടിച്ചേരാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ആ കൂടിച്ചേരലിലുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. ആ കൂടിച്ചേരലിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമുക്ക് അറിവ് സമ്പാദനത്തിന് വേണ്ടെങ്കിൽ വേറെ മാർഗ്ഗങ്ങളുണ്ട്. മനുഷ്യൻ പരസ്പരം കാണുക, എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രായങ്ങൾ കൂടുന്തോറും അതിൻ്റെ ഒറ്റപ്പെടലിൻ്റെ സംഭവം ഉണ്ടാവാറുണ്ട്. ആ ഒറ്റപ്പെടലിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ഇത്ര കൂടിച്ചേരലുകൾ. അതുകൊണ്ട് എവിടെ നമ്മൾ ഇത്രയും കൂട്ടായ്മ ഉണ്ടായാലും അതിന് മുൻകൈ പലരും എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഈ പരിപാടികളിലേക്ക് എല്ലാവരും പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സുഹൃത്തുക്കളെ, ശ്രീനി പട്ടത്താനത്തെ ഞാൻ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1988 അത് ഓൾമോസ്റ്റ് 37 വർഷം മുൻപ്. അതിനെ പരിചയപ്പെടാൻ കാരണമായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനിയാണ് ആ മീറ്റിംഗ് സംഘടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. പാപ്പനംകോട് വെച്ചിട്ട്, ട്രിവാൻഡ്രത്തുള്ള പാപ്പനംകോട് വെച്ചിട്ട് യുക്തിവാദി ഒരു ചെറിയ ലോക്കൽ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ സനൽ ഇടമറുക് പങ്കെടുത്തിരുന്നു. സനൽ ഇടമറുകിനെ എനിക്ക് പരിചയപ്പെടുത്തിയതും ശ്രീനി പട്ടത്താനാണ്. ശ്രീനിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ യുക്തിവാദത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. യുക്തി രാജ്യത്തെ. കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോഴും ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ സ്റ്റാച്യൂവിൽ കൂടെ നടക്കുമ്പോൾ അവിടെ ഒരു കടയിൽ യുക്തിരാജ്യം തൂക്കിയിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ യുക്തി ഉള്ളതുകൊണ്ട്, ഞാൻ അതുവരെ ഫാക്ടറിയിൽ വർക്ക് ചെയ്ത ആളാണ്, യുക്തി ഉള്ളതുകൊണ്ട് എനിക്ക് ഇതെന്തോ ഡെഫിനറ്റ്ലി എൻ്റെ ആശയമായിട്ട് യോജിച്ചതായിരിക്കും എന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ഈ യുക്തിരാജ്യം ഞാൻ വാങ്ങിക്കുക. അത് എനിക്ക് തോന്നുന്നു 87 മറ്റാണത്. അപ്പോൾ അതിൽ കൂടിയാണ് ഞാൻ ശ്രീനിയെ പരിചയപ്പെടുന്നത്. പിന്നെയാണ് എനിക്കിവിടെ കത്ത് എഴുതിക്കൂടെ എനിക്കറിയാം എക്സാക്ട്ലി നേരിട്ട് പരിചയപ്പെട്ടത്. എങ്കിലും 1988 ഞാൻ ശ്രീനിയായിട്ട് കൂടുതൽ അടുക്കുകയും മറ്റ് സനൽ എനിക്ക് തോന്നുന്ന ആ സമയത്ത് ഡൽഹിയിലാണ്. എങ്കിലും സനലിൻ്റെ അമ്മ സോളി ഇടമറുക് അവിടെ പാപ്പനംകോട് അടുത്ത മറ്റേ മൂക്കുന്നിമല ആ ഭാഗത്ത് താമസിച്ചിരുന്നു. എനിക്ക് 1-2 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെയാണ് അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നെ പലപ്പോഴും അവിടെ വച്ച് മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ യുക്തിവാദ ആശയങ്ങളിലും പ്രസ്ഥാനത്തിലും വളരെയധികം അടുത്തു. ആ അടുപ്പം ഇങ്ങോട്ട് ഈ 37 വർഷം തുടർന്നു കൊണ്ടുവന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ യുക്തിരാജ്യത്തിലെ ലേഖനങ്ങൾ എഴുതി തുടങ്ങി. അതങ്ങനെ തുടർന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇത്ര നല്ലൊരു സംഘടന, പ്രത്യേകിച്ച് ഈ ഏരിയ, യുക്തിവാദം എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല അത് കൊണ്ടു നടക്കാൻ. ജീവിതത്തിൽ 100% യുക്തിവാദിയായി തെളിയിച്ച് ജീവിച്ച ആളാണ് ശ്രീനി എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് നിങ്ങൾക്ക് വ്യത്യാസപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ മേഖലകളിലും സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരിലത് വേണം എന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെയാണ് ജീവിച്ചത്. അപ്പോൾ അത് ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു എനിക്ക്. സത്യമായിട്ടും ഞാൻ എപ്പോഴും പറയും, ശ്രീനി എൻ്റെ റോൾ മോഡലാണ്. കാരണം യുക്തിവാദ ആശയം ഉണ്ടെങ്കിലും യുക്തിവാദിയായിട്ട് തന്നെ ഞാൻ ജീവിച്ചെങ്കിലും എനിക്ക് ടോട്ടൽ എൻ്റെ എല്ലാ 360 ഡിഗ്രിയിലും അത് പുലർത്താൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശ്രീനി അങ്ങനെ ആയിരുന്നില്ല. ആ ശ്രീനിയാണ് ഇപ്പോൾ 50 കൊല്ലം ശ്രീനി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും അദ്ദേഹത്തെ അനുമോദിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അപ്പോൾ ശ്രീനിക്ക് ഇനിയും കുറേ വർഷങ്ങൾ തൻ്റെ യുക്തിവാദ പ്രസ്ഥാനമായിട്ട്, പ്രത്യേകിച്ചും ഭാരതീയ യുക്തിവാദ സംഘമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയണം. കൂടുതൽ ഇനി പ്രവർത്തനം വിപുലീകരിക്കണം. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത് വിപുലീകരിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഫണ്ടാണ്. നമുക്ക് ഉപയോഗിക്കാനുള്ള പ്രവർത്തന ഫണ്ട് നമുക്കില്ല. ഫണ്ട് എങ്ങനെ ഉണ്ടാക്കണം, അതിനെങ്ങനെ ട്രസ്റ്റ് ആക്കണം, അങ്ങനെ പല കാര്യങ്ങളും ശ്രീനി എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു.
ഞാൻ എന്നെ പറ്റാവുന്ന വിധത്തിൽ ശ്രീനിയായിട്ട് സഹകരിക്കാറുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും ഇപ്പോഴും ഒരു മൂർത്തമായ രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ എത്തിയിട്ടില്ല. നമ്മളെല്ലാവരുടെയും കോപ്പറേഷൻ കൊണ്ട്, സഹകരണം കൊണ്ട്, ഇനിയും ശ്രീനിയുടെ തുടർന്നുള്ള പ്രവർത്തനം കൊണ്ട് അത് തൽഫലമായി തീരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി അടുത്തതായിട്ട് ആശംസ നേരാനായി ശ്രീനിയുടെ പ്രസ്ഥാനത്തിനും അതുപോലെ പ്രവർത്തനത്തിനും ഞാൻ ഓരോരുത്തരെ വിളിക്കാം. ആദ്യമായിട്ട് സന്തത സഹചാരിയും ഈ ആശയത്തിൻ്റെ നെടുന്തൂണുമായ കൃഷ്ണൻകുട്ടി പാലക്കാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീനി പട്ടത്താനം എന്നുള്ള ശ്രീനി മാഷെ പരിചയപ്പെടുന്നത് തന്നെ 1980കളുടെ കാലഘട്ടത്തിലാണ്. 80കളുടെ കാലഘട്ടത്തിലാണ്. ഞാൻ KYSൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് കല്ലിയൂർ പ്രസന്നരാജും അതുപോലെ ശ്രീനി പട്ടത്താനും ചേർന്നിട്ട് ലിറ്റിൽ മാഗസിൻ നടത്തിയിരുന്ന കാലം അതുമുതൽ, കാരണം റബൽ യുക്തിവാദം എന്നുള്ള രീതിയിൽ ബദൽ യുക്തിവാദ ആശയങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ആൾ എന്ന രീതിയിലാണ് ശ്രീനി പട്ടത്താനത്തിന് മനസ്സിലാക്കിയത്. ഞാൻ KYSമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അത് രാജിവെക്കുകയും അതുപോലെ IRA ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ വെച്ചിട്ടുള്ള സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ശ്രീനി പട്ടത്താനത്തിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നീട് ആ ബന്ധം വളർന്ന് എന്നിലെ നേതൃത്വത്തെ മനസ്സിലാക്കിയതിന് ശേഷം നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാൾ ആയി തിരഞ്ഞെടുക്കപ്പെട്ടോടുകൂടിയിട്ട് എനിക്ക് അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി തന്നത് ശ്രീനി മാഷാണ്. ശ്രീനി പട്ടത്താനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകരെ നേരിട്ട് മനസ്സിലാക്കുകയും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വ ഗുണം അന്ന് ശ്രീനി മാഷിൽ ഉണ്ടായിരുന്നു. ആ ഗുണമാണ് പിന്നീട് വളർന്നു വന്നത്. ഇതിൽ ഒരിക്കലും കണ്ണൂരായാലും കാസർഗോഡായാലും, കാരണം ക്യാപ്റ്റൻ മേലത്ത് നമ്പ്യാർ പോലെയുള്ള കാസർഗോഡിലെയും അതുപോലെ തന്നെ ബാലൻ കെ ചമ്പാട് പോലെയുള്ള കണ്ണൂരിൽ, അതുപോലെ തന്നെ കോഴിക്കോട്, മറ്റുള്ള സ്ഥലങ്ങളിലും, എറണാകുളത്ത് അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലും, ഈവൻ കൊല്ലത്ത് പോലും ഉള്ള പ്രവർത്തകർക്കായിട്ട് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എനിക്ക് കൂടുതൽ പ്രചോദനം തന്നതും അതുപോലെ തന്നെ സ്റ്റഡി ക്ലാസ് നടത്തുകയും ചെയ്യുന്ന ഒരു ആവേശം തന്നിട്ടുള്ള വ്യക്തിയാണ്, നേതാവാണ് ശ്രീനി പട്ടത്താനം. പിന്നെ സംഘടനാപരമായിട്ട് IRAയിൽ നിന്ന് വേർതിരിച്ചിട്ട് ഭാരതീയ യുക്തിവാദ സംഘം ആയപ്പോഴും ഞാൻ സംഘടന എന്നുള്ള രീതിയിൽ സഹകരിക്കാൻ ഞാൻ തയ്യാറായില്ലെങ്കിൽ പോലും വ്യക്തി എന്ന നിലയിൽ ശ്രീനി പട്ടത്താനത്ത് നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയും ആശീർവദിക്കുകയും അതിൽ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിൽ എനിക്ക് ഇന്നും ഓർമ്മിക്കാനുള്ള കഴിയില്ല IRAയുടെ ഭാഗമായിട്ട് ഇന്നുണ്ടായിരുന്ന സമയത്ത്, കാരണം അന്ന് IRAയിൽ നെടുന്തൂൺ എന്ന് പറയുന്നത് സനിൽ ഇടമറകാണ്. സനിൽ പങ്കെടുക്കുന്ന പരിപാടി അല്ലാതെ ഒരു പരിപാടിയും വിജയിക്കാൻ പാടില്ല എന്നുള്ള താല്പര്യം അന്നുണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീനി പട്ടത്താനം. അങ്ങനെ പാലക്കാട് വെച്ച് സംസ്ഥാന പഠന ക്യാമ്പ് ആസൂത്രണം ചെയ്തു. ആസൂത്രണം ചെയ്ത സമയത്ത് ആ സമ്മേളനം സംസ്ഥാന ക്യാമ്പ് നടത്തുന്ന സമയത്ത് ഞങ്ങൾ അവിടുത്തെ ആളുകൾ ജനങ്ങളിൽ നിന്ന് സംഭാവനയായും അതുപോലെ പച്ചക്കറി, അരി ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് 3 ദിവസത്തിൽ അവിടെ താമസിച്ചുകൊണ്ട് ക്യാമ്പ് നടത്താനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി. ആ സമയത്ത് ക്യാമ്പിൻ്റെ 2 ദിവസം മുമ്പ് സനൽ ഇടമറക്ക് വിളിച്ചു പറയുകയാണ്, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് ക്യാമ്പ് മാറ്റിവെക്കണം എന്ന്. ഞാൻ ശ്രീനി പട്ടത്താനത്തോട് പറഞ്ഞപ്പോഴും ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അങ്ങോട്ട് എത്തുകയാണ് ചെയ്തത്. പ്രവർത്തകരായിട്ട് വന്നു. അതേപോലെ തന്നെ 100-ലധികം പ്രവർത്തകർ, കാരണം കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ ഇന്നത്തെ പോലെ ഉള്ള അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും അന്നില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് എല്ലാവരും എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അന്ന് സനലല ആരും വന്നില്ലെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനം തന്നത് അന്ന് ശ്രീനിവാസാണ്.
അങ്ങനെ ശ്രീനിവാസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ 75 പേര് അന്ന് പങ്കെടുത്തു. നെമ്മാറയിൽ അത് 3 ദിവസം അവിടെ തന്നെ സ്കൂളിൽ നെമ്മാറ ബോയ്സ് ഹൈസ്കൂളിൽ പിന്നെ താമസിച്ച് അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് എല്ലാം ക്യാമ്പ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് പോയപ്പോൾ അന്ന് ഒരു ആവേശം ഉണ്ടായി എന്നുള്ളത്. ഒരൊറ്റ 10 പൈസ സംഭാവന പങ്കെടുക്കുന്നവരിലോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞങ്ങൾ കളക്ട് ചെയ്തില്ല. അതിന് അത്രയും ആവേശം. അന്ന് ശ്രീനി മാഷ ഒന്ന് തളർന്നിരുന്നുവെങ്കിൽ ഞാൻ പിന്മാറുമായിരുന്നു. പക്ഷേ അന്ന് അതില്ല. ആ ഒരു ക്യാമ്പ് നടത്തിയതോടു കൂടിയിട്ട് പിന്നെ പത്രങ്ങളിലെ വാർത്ത വന്നതോടു കൂടിയിട്ട് സനൽ ഇടമറക് അതുപോലെ തന്നെ ശ്രീനി മാഷുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത്. അതിനുശേഷം കൂടുതൽ ഒരു സംസ്ഥാന സമ്മേളനം പിന്നെ തൃശ്ശൂർ വെച്ച് നടക്കുന്നു. അവിടെ വെച്ചും കാരണം സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കുമ്പോൾ പ്രതിനിധികൾ 10 പൈസ ഇല്ലാതെ താമസിക്കാനും ഭക്ഷണത്തിനും പിന്നെ സംഘം ചിലവ് ചെയ്ത ഒരു സംസ്ഥാന സമ്മേളനം അവിടെ തൃശ്ശൂർ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനമാണ്. അതിനെല്ലാം നേതൃത്വം കൊടുത്തതും അതിന് പിന്നെ പ്രചോദനം നൽകിയത് ശ്രീനിവാസാണ്. ആ ശ്രീനിവാസ് പിന്നീടുള്ള സംഘടനാ പ്രവർത്തനത്തിൽ കാരണം ഇപ്പോൾ IRA ക്ഷയിച്ച് തുടങ്ങിയപ്പോൾ തീർച്ചയായും നാമ്പ് പോലെ ശക്തിയായിട്ട് നമ്മുടെ ഭാരതീയ BYS വളർന്നു വരുമ്പോൾ നമുക്ക് ഒരു ആവേശമുണ്ടായിരുന്നു. ഇപ്പോൾ മാഷ് തളരുമ്പോൾ ഞങ്ങൾപ്പോൾ ആവേശം ചോർന്നു പോവുകയാണ്. അതുകൊണ്ട് ഒരിക്കലും മാഷ് തളരരുത്, ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾക്ക് ഊർജ്ജമായിട്ട് എന്നും പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി. ജോർജ് പുല്ലാട്ടിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ശ്രീനി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഡൽഹിയിൽ ഒരു ഇൻ്റർനാഷണൽ സമ്മേളനം ഉണ്ടായിരുന്നു യുക്തിസംഘത്തിൻ്റെ. നാഗേഷൊക്കെ അന്ന് പങ്കെടുത്തതാണ്. അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. രസകരമായ സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജ്, ഞങ്ങൾക്ക് 2 പേർക്ക് ഹിന്ദി അറിയില്ല. ഞങ്ങൾ ലോഡ്ജിലേക്ക് നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ ലോകാര്യമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ലോഡ്ജിൻ്റെ അടുത്തെത്തി, പിന്നെയും നടന്നു പോയി, വഴിതെറ്റി, അറിയാവുന്ന ഹിന്ദിയിൽ എങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വീണ്ടും ഞങ്ങൾ വരും, ഇതിൻ്റെ അടുത്തൂടെ പോവും. ലോഡ്ജിലോട്ട് മാത്രം കയറില്ല. 2 പേര് ഹിന്ദിയുടെ കാര്യത്തിൽ കണക്കായിരുന്നു. അങ്ങനെ രസകരമായ ഓർമ്മയുണ്ട്. മറ്റൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, അന്ന് ആ ഇൻ്റർനാഷണൽ സമ്മേളനം നടക്കുമ്പോൾ അവിടെ നിലവിളക്ക് കത്തിച്ചിരുന്നു. ശ്രീനി സാർ ചോദ്യം ചെയ്തു, യുക്തിവാദ സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ നിലവിളക്ക് കത്തിക്കാൻ കാരണമെന്ത്? അപ്പം ഇടമറുക തുടങ്ങിയ ആൾക്കാർ വിശദീകരണം കൊടുത്തു. ധാരാളം വിദേശികൾ വന്നിട്ടുണ്ട്, അവർക്ക് ഈ നിലവിളക്ക് കത്തിക്കുന്ന ആ ക്രിയ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. എനിക്കൊക്കെ ആ വിശദീകരണം തൃപ്തികരമായിട്ട് തോന്നിയെങ്കിലും അദ്ദേഹത്തിന് അത് തൃപ്തികരമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എതിരഭിപ്രായങ്ങളുണ്ട് എങ്കിൽ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹം എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു, ജീവിതത്തിലുടനീളം. അതേസമയത്ത് ഒരാളോടും പിണങ്ങാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറി എടുത്ത് നോക്കിയാൽ എന്തുമാത്രം ആൾക്കാരുടെ ബന്ധമുണ്ട് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ബന്ധപ്പെടുന്നു പറഞ്ഞാൽ വെറും ബന്ധമല്ല, എല്ലാവരെയും വിളിച്ച് റെഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക, വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ ഉന്നതരായ ആൾക്കാർ, നമ്മുടെ പിന്നെ ഔസേപ്പ് ചിറ്റിലപ്പള്ളിയെ പോലെയുള്ള, കമലഹാസനെ പോലെയുള്ള, നമ്മുടെ ഷാനുമാഷെ പോലെയുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നൊപ്പം തന്നെ സമൂഹത്തിലെ ഏറ്റവും നമ്മൾ വളരെ താഴെക്കടയിലുള്ള ആൾക്കാരുമായിട്ടും അതേപോലുള്ള ഒരു ഊഷ്മള ബന്ധം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. മറ്റു പ്രത്യേകത, ഞാൻ ധീരതയുടെ കാര്യം പറഞ്ഞു. ഓർത്തു നോക്കുക, ശബരിമലയിൽ വിളക്ക് കത്തിക്കുന്നത് മനുഷ്യരാണ്, അല്ലാതെ ഇതൊരു അത്ഭുത പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങാൻ ധൈര്യം കാണിച്ചാൽ അന്ന് അദ്ദേഹം അനുഭവിച്ച ആ കഷ്ടപ്പാടുകൾ, അതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അങ്ങനെ അന്ന് ഡൽഹി വെച്ച് പിരിഞ്ഞ ശേഷം ഞങ്ങൾക്ക് അധികാരം എങ്ങനെയോ നിങ്ങളുടെ നമ്പറൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ ബന്ധപ്പെടാൻ കാരണമായി. ഈ സമയത്ത് ഞാൻ KYCയുടെ കലയുക്ത സംഘത്തിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ശ്രീനി സാറിനെ വീണ്ടും കണ്ടുമുട്ടിയോടുകൂടി ഞാൻ
അവരോട് സലാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ വീണ്ടും ഞാൻ കൂടുകയുണ്ടായത്. എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരു സ്നേഹിതനാണ്, ഒരു വഴികാട്ടിയാണ്. അദ്ദേഹം ജീവിതത്തിൽ ഇന്നോളം അനുവർത്തിച്ചിട്ടുള്ള ആ ധീരൻ എന്നുള്ള ആ എന്താ പറയുക, ആ ഇമേജ് ഇപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാരണവശാലും നമ്മൾ തോൽവി സമ്മതിച്ചു കൊടുക്കരുത് ഒന്നിൻ്റെയും മുമ്പിൽ. അതുപോലെ എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും കരുണ. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയും, ഈ സ്വഭാവവും എന്താ പറയുക, ഇതൊക്കെ നിങ്ങളുടെ മാത്രം മുഖമുദ്രയാണ്. തീർച്ചയായും നിങ്ങളെ ഈ സമൂഹത്തിന് വേണം. നിങ്ങൾ അത്രയും വിലപ്പെട്ട ആളാണ്. ആ ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. കൃഷ്ണൻ കാനായിയെ ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിക്കണം. അതോടൊപ്പം ഈ മെമൻറ്റോ കൂടി കൊടുക്കണം. പിന്നെ ശ്രീനി പട്ടത്താനത്തിനെ കുറിച്ച് കൂടുതൽ ശബരിമല മകര വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്ന് അവിടുന്ന് പോലീസ് തന്നെയാണ് പട്ടത്താനത്തിനെ പിടിക്കുന്നത്, വേറെ ആരുമല്ല. പോലീസ് പട്ടത്താനത്തിനെ പിടിക്കുന്നു. പിന്നെ പമ്പ സ്റ്റേഷനിൽ തന്നെയാന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയി എടുക്കുന്നു. മറ്റൊരു സ്റ്റേഷനിലെ പോലീസുകാരൻ അവിടെ വന്നപ്പോൾ സല്യൂട്ട് അടിക്കുന്നു. അങ്ങനെയാണ് ഇനി പട്ടത്താനം പോലീസാന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്, തല്ലുകൊള്ളാണ്ട് രക്ഷപ്പെട്ടു വന്ന ആളാണ് പട്ടത്താനം. അപ്പോൾ അന്നത്തെ കഥ അങ്ങനെയായിരുന്നു. അതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞ് അന്യോന്യം സംസാരിച്ചതാണ്. അപ്പോൾ അന്ന് മുതലേ പട്ടത്താനത്തിനെ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും പേര് കൊണ്ട് അറിയാം. നേരിട്ട് പരിചയപ്പെടുന്നത് നമ്മൾ ഏകദേശം ഒരു 96 ടൈമിലാണ്. എങ്കിലും ഞാൻ ഈ സംഘടനാ വർക്കുമായിട്ട് അന്നും അത്ര ഇതായിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ അങ്ങനെ നേരിട്ട് ബന്ധപ്പെട്ടു. പിന്നീട് BYSൻ്റെ അംഗത്വം എടുക്കുന്നു. അങ്ങനെയാണ് ആ രംഗത്തേക്ക് എല്ലാത്തിനും കാരണക്കാരൻ പട്ടത്താനം തന്നെ. പട്ടത്താനം സ്ഥിരമായിട്ട് വിളിക്കും. ഈ പറഞ്ഞ പോലെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പട്ടത്താനത്തിനെ മറക്കാൻ നമുക്ക് കഴിയില്ല. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്തുണ്ട്, അപ്പോൾ പ്രവർത്തനങ്ങളുമായി തന്നെ അങ്ങനെ തന്നെയാണ് ഇന്ന പോലെ നടത്തണം. അപ്പോൾ ഒരു പഠന ക്ലാസ്സായാലും എന്ത് നടത്താനും അതിൻ്റെ കൃത്യമായ ഉപദേശവും കാര്യങ്ങളും എല്ലാം പട്ടത്താനം തരും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുക മാത്രമേ വേണ്ടൂ. ആ ഒരു കണ്ടീഷനിലാണ് എൻ്റെ ഈ യുക്തിവാദ രംഗത്തേക്ക് വന്ന ഇത് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടത്താനത്തിനോളം പോന്നേ യുക്തിവാദ രംഗത്ത് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പറയാൻ മറ്റൊരാളില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അപ്പോൾ മറ്റൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് പട്ടത്താനത്തിന് സമ്മാനിക്കുവാണ്. ഇത് ഞാൻ വേണമെങ്കിലൊന്ന് വായിക്കാം. യുക്തിവാദ പ്രവർത്തനത്തിൻ്റെ 50 വർഷങ്ങൾ. ശ്രീനി പട്ടത്താനം. സ്നേഹോപകാരം, സഹപ്രവർത്തകർ. അടുത്തതായി ഞാൻ ഋഷികുമാറിനെ ക്ഷണിക്കുന്നു. ഋഷികുമാർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ടത്തിലെ എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവർ, ശ്രീനി പട്ടത്താന സ്ഥാനത്തിൻ്റെ ഊഷ്മളമായ ജീവിതത്തെ ആസ്പദമാക്കിയാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ വളരെ സുദീർഘമായ ഒരു ബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് 1984 ആണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി താലൂക്കിലെ പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനടുത്താണ് തിരുവല്ല എന്ന് പറയുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ട്യൂട്ടറൽ കോളേജുകൾക്കുണ്ട്. ആ സമയത്ത് ചില ട്യൂട്ടറൽ കോളേജ് അധ്യാപകരും എൻ്റെ തന്നെ ബന്ധുക്കളുമെല്ലാം ഈ നിരീശ്വരവാദത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുകയും അവരെ സാഹൂതം വീക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവരിൽ നിന്നും യുക്തിവാദവുമായി ബന്ധപ്പെട്ട ഇടമറിയൻ്റെയും ഒക്കെ ചില പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ ഇടയായത്. അത് എന്നിൽ ആവേശം ഉണർത്തുകയും ഞാൻ അതിൻ്റെ കൂടുതൽ വായനയ്ക്ക് വേണ്ടി കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തപ്പോൾ
ഞങ്ങളുടെ ഒരു വീടിന് തൊട്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറം ഒരു ട്യൂട്ടർ കോളേജ് അധ്യാപകൻ ഇതിൻ്റെ കുറേ സാഹിത്യങ്ങൾ വായിക്കുകയും ഒക്കെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ആഴ്ചയിലൊരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുള്ള പഴയ പുസ്തകങ്ങളെല്ലാം വായിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിലാണ് അന്ന് രണരേഖയുടെ കുറേ കോപ്പികൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുള്ളതായി കാണാൻ കഴിച്ചത്. ഞാൻ ആ രണരേഖയുടെ കുറേ കോപ്പികൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് വായിച്ചു. അപ്പോഴാണ് ആ രണരേഖയുടെ എഡിറ്റർ എന്ന നിലയ്ക്ക്, അതിൻ്റെ നടത്തിപ്പിക്കാരൻ എന്ന നിലയ്ക്ക് ശ്രീനി പട്ടത്താനം എന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അന്ന് രണരേഖ എന്ന് പറയുന്ന യുക്തിവാദ മാസിക നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രീനി പട്ടത്താനം. അദ്ദേഹം അന്ന് യുക്തിവാദ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനുമാണ്. അപ്പോൾ ഈ രണരേഖയിൽ കൂടിയാണ് ഇടമറുക് നേതൃത്വം നൽകുന്ന, ഡൽഹിയിൽ നിന്ന് നേതൃത്വം നൽകുന്ന യുക്തിവാദി സംഘത്തിൻ്റെ ആശയപ്രചരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ശ്രീനി പട്ടത്താനത്തിന് ചില കത്തുകൾ എഴുതുകയും ആ കത്തുകൾക്ക് അദ്ദേഹം മറുപടി എഴുതുകയും ചെയ്തിരുന്നു. അങ്ങനെ ശ്രീനി പട്ടത്താനത്തിന് ഒരു വശത്ത് കത്തുകൾ എഴുതിയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, മറുവശത്ത് ഡൽഹിയിലുള്ള ഇടമറുകുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഞാൻ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ആ രണ്ട് ഡൽഹിയിലേക്കും കൊല്ലത്തേക്കുമുള്ള ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ യുക്തിവാദി സംഘത്തിൽ വരുന്നത്. അങ്ങനെ ശ്രീനി പട്ടത്താനത്തിന് ഒരു കത്ത് വരുന്നു, എറണാകുളത്ത് ഒരു മീറ്റിംഗ്, ദേശീയ സമ്മേളനം നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ എനിക്ക് കത്ത് വന്നപ്പോൾ എന്നോട് പറയുന്നു, ജി ഷൺമുഖം എന്ന ആൾ ഏറ്റുമാനൂരുണ്ട്, അദ്ദേഹത്തെ പോയി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനി പട്ടത്താനം സാറിൻ്റെ ഒരു കത്ത് എനിക്ക് കിട്ടുന്നു. ഞാനൊരു ദിവസം രാവിലെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ബസ് കയറി ചങ്ങനാശ്ശേരി വന്നു. അവിടുന്ന് ഒരു ബസ് കയറി ഏറ്റുമാനൂർ ചെന്നു. ഏറ്റുമാനൂരിൽ നിന്ന് പിന്നെ കട്ടാത്തി എന്ന് പറയുന്ന സ്ഥലം വരെ ഞാൻ പോയി. അവിടെയാണ് അന്ന് പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ ചെന്ന് ഈ നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഡോക്ടർ സജിത് കുമാറിൻ്റെ പിതാവായിട്ടുള്ള ജി ഷൺമുഖൻ സാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഞാൻ ആദ്യമായി കാണുന്ന ഒരു യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഷൺമുഖൻ സാറാണ്, നേരിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ സജിത് കുമാർ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് അന്ന് ഷൺമുഖൻ സാറിൻ്റെ രൂപവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അദ്ദേഹം എന്നെ കണ്ടു, സംസാരിച്ചു, ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സമ്മേളനത്തിലുള്ളത് ശ്രീനി സാറിൻ്റെ കത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് ആ ദേശീയ സമ്മേളനത്തിൽ വന്നു പോയത്. പ്രസ് ക്ലബ്ബിൽ അവൻ്റെ അന്ന് മീറ്റിംഗ് നടന്നത്. അവിടെ വെച്ചാണ് ഇടമറുക്, സന്നിടമറുക്, റാവുപടി വെങ്കിടാജ്, പി രാമമൂർത്തി, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ദേശീയ നേതാക്കന്മാരെ, യുക്തിവാദി സംഘത്തിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരെയും കേരളത്തിലുള്ള അബ്ദുള്ള മേപ്പയർ, ശ്രീനി പട്ടത്താനം അടക്കമുള്ളവരെയൊക്കെ ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ ശ്രീനി പട്ടത്താനത്തെ ആദ്യമായി കണ്ടത് ഇപ്പോഴും ഓർക്കും. അത് ഞാൻ സമ്മേളനത്തിൽ പോയി അവിടെ ഇരുന്ന് സമ്മേളനം കഴിഞ്ഞ് ഒരു സെഷൻ കഴിഞ്ഞ് ഞാൻ പുറത്ത് ഭംഗി വന്നപ്പോൾ ഞാൻ ശ്രീനി സാറെന്ന് വലിയ തിരക്കിലാണ്. ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ MT കൃഷികുമാർ കോട്ടയത്തു നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ അത്ഭുതം കാണുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു. എന്നോട് പറഞ്ഞ് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഊഷ്മളമായ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. പിന്നീട് ഞാൻ അതിൻ്റെ യുക്തിവാദി സംഘത്തിൻ്റെ ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായി വരികയും ഞങ്ങൾ നിരവധി തവണ ഇവിടെ ഞാൻ കോട്ടയത്തു നിന്നും കൊല്ലത്ത് വരികയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. അന്ന് കൊല്ലത്തെ ഒരു യുക്തിവാദികളുടെ ഒരു പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് SN കോളേജിൻ്റെ ക്യാൻറ്റീൻ ഹാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വെച്ചാണ് ഈ യുക്തിവാദി സംഘത്തിന് ഒരു ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കണമെന്നൊരു തീരുമാനമുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ വിദ്യാർത്ഥികൾ എന്ന് കൂടുകയും ആ യോഗത്തിൽ വെച്ച് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുകയും, നാഷണൽ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുകയും ഞാൻ അതിൻ്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിയോഗിക്കപ്പെടുകയും ചെയ്തു, തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അന്ന് ഇന്ന് കാണുന്ന നാഗേഷ്, ഞങ്ങളുടെ ജോർജ്, ഞങ്ങളെല്ലാം അന്നത്തെ യുവാക്കളാണ്. അന്നത്തെ ആവേശത്തോടു കൂടിയ അത് ഓടിക്കൂടിയ യുവാക്കളാണ്. അങ്ങനെ അദ്ദേഹം യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഞാൻ അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വളരെയധികം അടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ നിരന്തരം ആഴ്ചയിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരികയും അദ്ദേഹമായി കാണുകയും അദ്ദേഹത്തിന് അന്നൊരു മൊപ്പടുണ്ട്, അദ്ദേഹം വിവാഹിതനല്ലത്, മൊപ്പടിച്ച് പുറയിലിരുത്തി എന്നെ കൊണ്ട് ഈ കൊല്ലം മുഴുവൻ ഇങ്ങനെ ചുറ്റി കറങ്ങും. ഞങ്ങൾ ആ മൊപ്പടിച്ച് പുറകിലിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നിരന്തരം ഞങ്ങൾ SN കോളേജിൻ്റെ ക്യാൻറ്റീൻ ഹാളിൽ സമ്മേളിക്കുകയും കമ്മിറ്റി കൂടുകയും അവിടെ ചർച്ചകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വളരെ സജീവമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു 80കൾ എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രായമുള്ള ഒരു അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിൽ ഒരു ഓർമ്മ ഇപ്പോൾ എൻ്റെ അന്ന് മത്തിക്കറിയാണ്. ഉച്ചയ്ക്ക് മത്തിക്കറിയിൽ മുരിങ്ങയ്ക്ക മുറിച്ചിട്ടേക്കുന്നു. അപ്പോൾ എനിക്കൊരു അത്ഭുതം, കാരണം ഞങ്ങളുടെ ഇവിടെ മത്തിക്കറിയിൽ മുരിങ്ങയ്ക്ക ഇടില്ല. പക്ഷേ കൊല്ലത്ത്
മത്തിക്കറിയിൽ മുരിങ്ങയ്ക്കായി ഇടുന്നുണ്ട്, ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ മുരിങ്ങയ്ക്കായിട്ട് മത്തിക്കറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത്. പിന്നീട് ഇതുവരെ കഴിച്ചിട്ടുമില്ല അങ്ങനെ. അപ്പോൾ അന്ന് ഞങ്ങൾ പോകുന്നതിന് ശേഷം അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ മലബാറിലേക്ക് പോവാണ്, മലപ്പുറത്തൊക്കെ കോഴിക്കോടൊക്കെ 2 മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് ഫോണൊന്നുമില്ല, ആർക്കും ഫോൺ സൗകര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു കാർഡ്ബോർഡിൽ അദ്ദേഹം പോകുന്ന സ്ഥലത്തിൻ്റെ 2 പേരുകൾ, ഒരു വശത്തൊരു പേരും മറുവശത്ത് മറ്റൊരു പേരും എഴുതിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് അവിടെ വീടിൻ്റെ മുറ്റത്ത് വരാന്തയിൽ തൂക്കിയിട്ടു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇന്നത്തെ ദിവസം നാളെ ഈ സ്ഥലത്തായിരിക്കും കാണുന്നത്. എന്നിട്ട് ആ കാർഡ് മറിച്ചിട്ട് പറഞ്ഞു, മറ്റന്നാൾ ഞാൻ ഈ സ്ഥലത്തായിരിക്കും കാണുന്നത്. ഇത് അമ്മയോട് ആർക്കെങ്കിലും ഒന്ന് ചോദിച്ചാൽ പറയാൻ വേണ്ടി, അമ്മ വളരെ പ്രായമാണ്, അമ്മയോട് പറഞ്ഞ ഒരു ഓർമ്മ അത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇങ്ങനെ അദ്ദേഹം അങ്ങനെ വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം. എനിക്ക് തോന്നുന്നു അദ്ദേഹം പോലീസ് ജോലി കിട്ടിയതിന് ശേഷം ആ ജോലിയിൽ നിന്നും മാറി പിന്നെ അധ്യാപകനായി മാറാൻ കാരണം തന്നെ യുക്തിവാദി പ്രവർത്തനം സുഗമമായി നടത്താൻ വേണ്ടിയാണ്. പോലീസ് ഞാൻ അത് പറഞ്ഞില്ല, കാരണം കൃത്യമായി ലീവ് കിട്ടത്തില്ല, തന്നെയല്ല കുറേ നാൾ കഴിയുമ്പോഴത്തേന് ഈ പ്രവർത്തനങ്ങളൊക്കെ അവർ നിയന്ത്രണം ഏർപ്പെടും, അതൊന്നും പറ്റില്ല. അപ്പോൾ ആ യുക്തിവാദി പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം പോലീസിലെ ജോലി രാജിവെച്ച് അധ്യാപക വൃത്തിയിലേക്ക് തിരിഞ്ഞത്. അത് ഒരു യുക്തിവാദി സംഘത്തിൻ്റെ ഒരു നല്ല ദിശയിലേക്കുള്ള പ്രവർത്തനമായിരുന്നു തന്നെ എനിക്ക് ഇപ്പോൾ ഓർക്കാൻ കഴിയുന്നത്. കാരണം പിന്നീട് അദ്ദേഹം കേരളത്തിലെ യുക്തിവാദി പ്രവർത്തനങ്ങളുടെ ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു നെടുനായകത്വം വഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനി പട്ടത്താനം. യുക്തിവാദി സംഘത്തിൽ ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൽ ഏറ്റവും കൂടുതൽ സമ്മേളനം നടന്നിരിക്കുന്നത് കൊല്ലത്താണ്. കാരണം എന്താണ്, അദ്ദേഹമാണ് നിരന്തരം എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ സമ്മേളനം വിളിച്ചു കൂട്ടും. അതിൻ്റെ ഇടയ്ക്ക് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ കോർഡിനേറ്റ് ചെയ്യുകയും അവിടെ പോയി ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യും. നിരന്തരം സെയ്ദ് മുഹമ്മദ് ആനക്കലും അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. സെയ്ദ് മുഹമ്മദ് ആനക്കലത്തിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ സെയ്ദിനെ കൊണ്ട് അവിടെ സമ്മേളനം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനവും അദ്ദേഹം അതിനിടയ്ക്ക് ചെയ്തിരുന്നു. അതിനിടയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വേണു തോന്നയ്ക്കലും അതുപോലെയുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ മറ്റ് പ്രവർത്തകർ അവിടുത്തെ നമ്മുടെ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിരന്തര സമ്മേളനം സംഘടിപ്പിക്കുന്നു. അതുപോലെ എറണാകുളം ജില്ലയിൽ നിരന്തര സമ്മേളനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഓടി നടന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ഭാഗം, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ വലിയ ഭാഗം ഇതിനു വേണ്ടിയാണ് മുടക്കിയിരുന്നത്. ഞാൻ ഒരിക്കൽ വളരെ ദുഃഖകരമായ ഒരു കാര്യം എനിക്കുണ്ട്. ഞങ്ങളിങ്ങനെ എവിടെയാണ്, കൊല്ലത്താണെന്ന് തോന്നുന്നു, ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ പങ്കെടുത്തു, ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. സോളി ഇടമർക്ക് സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഓടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ പകുതി മുറിഞ്ഞു പോയി കഴിഞ്ഞു. ചെരുപ്പ് പകുതി ഇല്ല അദ്ദേഹത്തിന്, അത് ചോദിച്ചാൽ. അപ്പോൾ ഇത് സോളി ശ്രദ്ധിപ്പല്ലേ, സോളി പറഞ്ഞു, ശ്രീനി എന്താ ചെരുപ്പിൻ്റെ പകുതി ഇല്ലല്ലോ. അപ്പോൾ ആ ചെരുപ്പിൻ്റെ പകുതി ഇല്ല, പക്ഷേ ചെരുപ്പ് വാങ്ങിക്കാൻ പോകാനുള്ള സമയമില്ല അദ്ദേഹത്തിന്. ആ ചെരുപ്പിൻ്റെ പകുതി മാത്രം, വലതുകാലിലെ ചെരുപ്പിൻ്റെ പകുതി മാത്രം ഇട്ടുകൊണ്ട് അദ്ദേഹം ആ സമ്മേളനത്തിൻ്റെ മുഴുവൻ പരിപാടികൾക്ക് ഓടി നടന്നത്. അപ്പോൾ സോളി പറഞ്ഞു, പോയി ചെരുപ്പ് വാങ്ങിച്ചോണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഇന്ന് സമയമില്ല, ഇന്ന് പോകാൻ സമയമില്ല, ഈ സമ്മേളനം കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അത്രത്തോളം ഡെഡിക്കേറ്റാണ്, അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി യുക്തിവാദി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനി പട്ടത്താനം. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷവും അദ്ദേഹം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് തോന്നുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നീങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അപ്പം എനിക്ക് മറ്റൊരു ഓർമ്മയുള്ളത്, എൻ്റെ ഒരു ആവേശം കാരണം ഞാൻ കോട്ടയം ജില്ലയുടെ ഒരു ജില്ലാ സമ്മേളനം ഞങ്ങളുടെ നാട്ടിൽ സംഘടിപ്പിക്കണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ പായിപ്പാട് സംഘടിപ്പിക്കുകയും ചെയ്തു. അന്ന് വലിയ വിപുലമായ തോതിൽ ഒരു 10-100 പേരെ സംഘടിപ്പിച്ചുകൊണ്ടാണ്, പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഇവിടുത്തെ അന്ന് ഞങ്ങളുടെ ഇവിടെ ഹാളുകളൊന്നുമില്ല, ട്യൂട്ടോറിയൽ കോളേജേ ഉള്ളൂ. ആ ട്യൂട്ടോറിയൽ കോളേജിൽ ഞാനൊരു ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. പുറത്തെ ഒരു വലിയ പൊതുസമ്മേളനം സംഘടിപ്പിക്കുകയും അന്നൊരു നാടകം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു, നാടകം നടത്തുകയും ചെയ്തു. അങ്ങനെ വിപുലമായ രീതിയിലൊരു ജില്ലാ സമ്മേളനം അന്ന് അവിടെ നടത്തിയിരുന്നു, കോട്ടയം ജില്ലാ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷകനായിട്ട് ശ്രീ സാറിനാണ് വന്നത്. അന്ന് അദ്ദേഹം ശബരിമലയിലെ പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി തെളിയിക്കുന്നത്, അന്നത് വലിയൊരു വിവാദ വിഷയമായിരുന്നു. ആ മകരജ്യോതി തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് പോയി കണ്ട അദ്ദേഹം എല്ലാ സമ്മേളനങ്ങളിലും, കേരളത്തിൽ നടന്ന മുഴുവൻ സമ്മേളനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഇതം അതെങ്ങനെയാണ് തെളിയിച്ച് കാണിക്കുന്നതെന്ന് ജനങ്ങളെ കാണിക്കുക എന്നുള്ളത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമായിരുന്നു. അത് ഞങ്ങളുടെ ഇവിടെയും അദ്ദേഹം പ്രസംഗത്തിൻ്റെ കുറച്ച് നേരം പ്രസംഗിച്ചു. അതിനുശേഷം ശബരിമലയിൽ എങ്ങനെയാണ് ഇത് മകരവിളക്ക് ജ്യോതിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. ഞങ്ങൾ ഉരുളി കൊണ്ടുവന്ന് ആ ഉരുളി അദ്ദേഹം കർപ്പൂരിട്ട് പൊക്കി കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഈ കേരളത്തിലെ ജനതയെ
മനസ്സിലാക്കിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ നടക്കുന്നത് എന്ന്. മകരജ്യോതി കത്തിക്കുന്നത് ദിവ്യജ്യോതിയാണ്, അത്ഭുത ജ്യോതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൽ ഇത് എങ്ങനെയാണ് കത്തിച്ച് കാണിക്കുന്നത്, ദേവസ്വം ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾക്കാർ എങ്ങനെയാണ് ഇത് കത്തിച്ച് കാണിക്കുന്നത് എന്ന് കേരളീയ ജനതയെ കാണിച്ചു കൊടുത്തതിൽ പ്രധാനമായിട്ട് മുഖ്യ പങ്കുവഹിച്ചത് ശ്രീനിപട്ടത്താനമാണ്. അത് അദ്ദേഹത്തിന് നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം കേരളത്തിലെ മുഴുവൻ വേദികളിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയുണ്ടായി. എനിക്ക് മറ്റൊരു ഓർമ്മയുള്ളത്, നമ്മൾ സണ്ണിലി ഡമർക്ക് ഒരിക്കൽ മകരജ്യോതി തുറന്നു കാണിക്കാൻ വേണ്ടി അങ്ങോട്ടൊരു പൊന്നമ്പലമേൽ മാർച്ച് നടത്തി. പൊന്നമ്പലമേൽ മാർച്ചിന് പ്രചാരണം നൽകുന്നതിന് വേണ്ടി ഒരു സത്യപ്രചാര ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും നാഷണൽ ഹൈവേ വഴി കാസർഗോഡ് വരെ പോയിട്ട് MC റോഡ് വഴി തിരിച്ചു വരുന്ന രീതിയിൽ ഒരു ജാഥ സംഘടിപ്പിച്ചാൽ 2 ആഴ്ച നീണ്ടു നിന്നൊരു ജാഥയാണ്. ആ ജാഥയിൽ പൂർണ്ണസമയം ഞാനും ശ്രീനിപട്ടത്താൻ സാറും ഉണ്ടായിരുന്നു. അപ്പം ആ ജാഥ പോകുന്ന വേദികളിലെല്ലാം വൈകുന്നേരം മീറ്റിങ്ങുകൾ നടക്കുകയും ആ മീറ്റിങ്ങുകളിൽ ശ്രീനിപട്ടത്താൻ സാറ് ഈ ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയും ചെയ്യുമായിരുന്നു. ദിവ്യാത്ഭുത അനാവരണം നൽകി ഇതിങ്ങനെയാണ് കത്തിച്ച് കാണിക്കുന്നത്, ഇത് ദിവ്യജ്യോതിയല്ല, ഇതൊരു കള്ളജ്യോതിയാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കാണിക്കുക. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് അന്ന് ആ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ ഇങ്ങനെ ഈ കാണാനും പ്രസംഗം കേൾക്കാനും വരുന്നത്. അങ്ങനെ അത് അദ്ദേഹം കാണിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് കുമ്മനം രാജാചാര്യൻ, ഇന്നിപ്പോൾ BJPയുടെ സമുന്നത നേതാവായിട്ടുള്ള കുമ്മനം രാജാചാര്യൻ, അദ്ദേഹം വന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിരുന്നു. അദ്ദേഹം അതിനെതിരെ രംഗത്ത് വരികയും അങ്ങനെ കുമ്മനം രാജാചാര്യൻ ഇത് ദിവ്യജ്യോതിയാണെന്നും അങ്ങോട്ട് മാർച്ച് ചെയ്യുന്നവരെ ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞൊരു സംഘർഷമുണ്ടായി. അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ ഒരു അവസ്ഥ സംജാതമായി. അപ്പോൾ നമ്മൾ ഒരു വശത്തെ നമ്മളൊരു മാർച്ച് നടത്തും, പൊന്നമ്പലമേട്ടിലേക്ക് നമ്മൾ മാർച്ച് നടത്തുമെന്ന്, യുക്തിവാദികൾ മാർച്ച് നടത്തും, സ്വതന്ത്ര ഇന്ത്യക്കാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് യുക്തിവാദികൾ ഒരു മാർച്ച് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മാർച്ച് നടന്നാൽ ആ മാർച്ച് ഞങ്ങൾ തടയും, ഞങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് കുമ്മനം രാജാചാര്യൻ്റെ നേതൃത്വത്തിൽ വരികയും അങ്ങനെ ഒരു മാസികയിൽ, അന്നത്തെ ഒരു മാസികയിൽ ഇവരുടെ 2 പേരുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ മാസിക ചർച്ചയിൽ ഇടപെടുകയും ചെയ്തു. ഏതായാലും വളരെ സംഘർഷകരമായ ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെ പൊന്നമ്പലമേട് മാർച്ചെന്ന് പറഞ്ഞ് ഞാൻ വൻതോതിൽ കുറേ ചുവരെഴുത്ത് നടത്തും. അപ്പോൾ ഞാൻ മാത്രമല്ല ഈ ആവേശം നിരവധി മേഖലകളിൽ ഇതുപോലെയുള്ള ചുവരെഴുത്തുകൾ നടത്തുകയും അപ്പോൾ പൊന്നമ്പലമേട് ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കുന്നതിൽ ശ്രീനിപട്ടത്താനം വളരെ നിർണായകമായൊരു പങ്ക് വഹിച്ചിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ പൊന്നമ്പലമേട് ചർച്ച ചെയ്ത സമയത്ത് അന്ന് EK നയനാരാണ് മന്ത്രിസഭ മുഖ്യമന്ത്രി അയക്കുന്നത്. അദ്ദേഹം ഇടമറുമായി ഡൽഹിയിൽ വെച്ച് നടത്തിയ ഒരു അഭിമുഖത്തിൽ വെച്ച് പിന്നെ ഇത് പൊന്നമ്പലമേട് ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണെന്ന് പറയുകയും അവിടെ മകരജ്യോതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് കത്തിക്കുന്നതെന്ന് പറയുകയും നമ്മളോട് മാർച്ചിൽ നിന്ന് ആ സംഘർഷാത്മകമായ കാലഘട്ടത്തിൽ ആ മാർച്ചിൽ നിന്നും പിന്മാറണമെന്ന് നമ്മളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് നമ്മൾ മാർച്ചിൽ നിന്നും പിന്മാറി. പക്ഷേ ആ മാർച്ച് പ്രഖ്യാപനവും അതിനോടനുബന്ധിച്ചുള്ള ജാഥ, നമ്മൾ സത്യപ്രചാര ജാഥ എന്ന് പറഞ്ഞു കേരളത്തിൽ ചെങ്ങമ്പാട് നടത്തിയ ജാഥയും ആ ജാഥയിലുള്ള ശ്രീനിപട്ടത്താനത്തിൻ്റെ ആ ജാഥയിലുള്ള ഈ ഡെമോൺസ്ട്രേഷനും എല്ലാം കൂടി ചേർന്ന് ഇതൊരു മനുഷ്യൻ കത്തിക്ക് കാണിക്കുന്ന ജ്യോതിയാണെന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രി നിർബന്ധനായി തീർന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ആ ദേവസ്വം ബോർഡ് തന്നെ അത് അവിടെ കത്തിക്കുന്നതാണ്, അത് തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ അത്ഭുതം നമ്മൾ തുറന്നു കാണിച്ചത്. പിന്നീട് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതി. അതിലൊരു പുസ്തകം അദ്ദേഹം ഈ ശബരിമലയെ തന്നെ സംബന്ധിച്ച് എഴുതിയ പുസ്തകമാണ്. അതിൻ്റെ ഒരു രസകരമായ സംഗതി, ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ശബരിമലയെ സംബന്ധിച്ച് ശ്രീനിപട്ടത്താനം എഴുതിയ പുസ്തകം ആത്മീയ പുസ്തകങ്ങളുടെ കാറ്റഗറിയിലാണ് ഏതോ ഒരു ബുക്ക് സ്റ്റാളുകാർ പെടുത്തിയിരിക്കുന്നത്. ആത്മീയ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഈ പുസ്തകം പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി. പിന്നെ കേരളത്തിലെ ഈ സിദ്ധന്മാരും മന്ത്രവാദികളും ഒക്കെ ഒത്തിരി ഉണ്ട്. അവരെക്കുറിച്ച് 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. 2 പുസ്തകങ്ങൾ, അത് കേരളത്തിലെ മനുഷ്യദൈവങ്ങൾ 1-ാം ഭാഗവും 2-ാം ഭാഗം എന്ന് പറഞ്ഞ് കുറേ അങ്ങനെ 2 പുസ്തകങ്ങൾ എഴുതി. ഇന്നത്തെ പ്രമുഖരായിട്ടുള്ള പല മനുഷ്യദൈവങ്ങളുടെ ആദ്യകാല രൂപങ്ങൾ ആ പുസ്തകങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം തീർക്കുകയാണ്. എന്തായാലും ശരി, ഇടമറുക പ്രതിനിധാനം ചെയ്യുന്ന യുക്തിവാദി സംഘത്തെ അതിൻ്റെ കേരളത്തിലെ ശക്തനായ വക്താവ് എന്ന നിലയ്ക്കാണ് ശ്രീനിപട്ടത്താനത്തിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പ്രവർത്തന പാത കേരളത്തിൽ വെട്ടിത്തുറക്കുന്നതിന്, അത് സുഗമമായി മുന്നോട്ട് കൊണ്ടുവന്നതിന്, അതിനൊരു ദിശാബോധം നൽകുന്നത്, ഇതിനൊക്കെ ശ്രീനിപട്ടത്താനം വളരെ നിർണായകമായ ഒരു നേതൃത്വമാണ് നൽകിയിട്ടുള്ളതെന്ന കാര്യത്തിൽ
സംശയമില്ല. അത് അദ്ദേഹത്തെ ചരിത്രത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ, നവോത്ഥാനത്തെ ജനാധിപത്യ കേരളം മതേതര ജനാധിപത്യ ചരിത്രത്തിൽ ഈ സ്വതന്ത്ര ഇന്ത്യയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന ചരിത്രം എഴുതുമ്പോൾ ശ്രീനിവട്ടത്താറിൻ്റെ പേര് തങ്കലിപികൾ എഴുതപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ ഒരു യുവത്വവും അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം അദ്ദേഹം ഈ യുക്തിവാദി പ്രസ്ഥാനത്തിന് വേണ്ടി എങ്ങനെയാണ് സമർപ്പിച്ചത് എന്നത് അന്ന് അതിൻ്റെ പിന്നാലെ വന്ന എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക്, ഞാനന്ന് വിദ്യാർത്ഥിയായിരുന്നു, പിന്നെ യുവാവായിരുന്നു, പിന്നെ ഇന്നത്തെ ഈ മധ്യസ്ഥ അവസ്ഥയായിരിക്കും. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠപുസ്തകം തന്നെയാണ്. എങ്ങനെയാണ് ഇതിനെ സമർപ്പിതമായ ഒരു ജീവിതം നയിക്കേണ്ടത് എന്നെ സംബന്ധിച്ച് കൃത്യമായ ഒരു പാഠപുസ്തകമായിട്ടാണ് അദ്ദേഹം എനിക്ക് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരു ലാഭകരമായ കച്ചവടമായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ യുക്തിവാദി പ്രവർത്തനം ഒരിക്കലും നഷ്ടങ്ങളില്ല, ലാഭമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹം അത് ഈ സമർപ്പിതമായ ഒരു ജീവിതമായിട്ട് അതിനെ കാണുകയും അത് ഏറ്റെടുക്കുകയും അത് ആരുമില്ലാത്തപ്പോൾ പോലും സ്വന്തം നിലയിൽ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഒരു കർത്തവ്യ നിർവഹണം എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ സുസ്ഥിരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചത്. ഞാൻ പറയാൻ കാരണം ഈ ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമ്മേളനം നടത്തിയിട്ടുള്ള കൊല്ലത്താണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യപ്രകാരം വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി കൊല്ലം ജില്ലയിൽ മാത്രം ഏറ്റവും കൂടുതൽ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഏത് സമ്മേളനത്തെയും അന്നത്തെ പോസ്റ്റ് കാർഡിൽ നമുക്കെല്ലാം കത്തെഴുതും. ഈ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അദ്ദേഹം കത്തെഴുതും. അതെല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. കത്തെഴുതി നമ്മളെല്ലാം ക്ഷണിക്കും. നമ്മൾ കുറേ ആൾക്കാർ വരും, കൊല്ലത്തെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ രടരേഖ എന്ന് പറയുന്ന ഒരു മാസിക നടത്തി. അന്ന് ആ മാസികയിൽ കൂടി നിരവധി വിഷയങ്ങൾ, എനിക്ക് തോന്നുന്നത് ഖുർആൻ വിമർശനം എന്ന് പറയുന്ന പുസ്തകമൊക്കെ ആ രണരേഖയിൽ കൂടിയാണ് ഖണ്ഡശിയായി പ്രസിദ്ധീകരിച്ചത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഖുർആനെതിരെ അന്ന് ഒരു വിമർശന പഠനം പുറത്തിറക്കാൻ സാധ്യമല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം അത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും ആ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അതുപോലെ അത് എൻ്റെ എഴുത്ത് ജീവിതത്തിൽ കൂടി ഒരു നിർണായകമായ പങ്ക് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അന്ന് അത് ഈ രണരേഖ നിന്നതിന് ശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളൊക്കെ പ്രവർത്തന മേഖലയിലേക്ക് വരുന്ന സമയത്ത് യുക്തിരാജ്യം എന്ന് പറയുന്ന, അപ്പോൾ അദ്ദേഹം അതിനുശേഷം യുക്തിരാജ്യം എന്ന് പറയുന്ന ഒരു ചെറിയ മാസിക ഇറക്കി, യുക്തിരാജ്യം. അപ്പോൾ യുക്തിരാജ്യം എന്ന് പറയുന്ന മാസിക ഞാനൊരു 10 കോപ്പി വാങ്ങിച്ച് പലയിടത്തും ഇങ്ങനെ വിതരണം ചെയ്യുമായിരുന്നു, ഞങ്ങളുടെ ഏരിയയിൽ വിതരണം ചെയ്യായിരുന്നു. അന്ന് അതിന് 1 രൂപയായിരുന്നു അതിന് വില. യുക്തിരാജ്യം എന്ന് പറയുന്ന മാസികയ്ക്ക് 1 രൂപയായിരുന്നു വില. അദ്ദേഹം അച്ചടിക്കും, എനിക്ക് 12 കോപ്പി അയച്ചു, ഞാൻ കുറേ ആൾക്കാർക്ക് വിതരണം ചെയ്ത് അതിന് പൈസ മണിയൂറായിട്ട് അയച്ചു. അപ്പോൾ ഞാനൊരിക്കലും അതിന് ഒരു പോസ്റ്റ് കാർഡ് കത്തെഴുതി, മാസിക സ്ഥിരമായി കിട്ടുന്നുണ്ട്, ലേഖനങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, 2 വരി പോസ്റ്റ് കാർഡ് എഴുതി ഇങ്ങോട്ട് വിട്ടു. അത് ചുമ്മാ അതൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് വിട്ടതായിരുന്നു. അദ്ദേഹം അത് കത്തുകൾ എന്ന് വളരെ പ്രാധാന്യത്തോടെ MT കൃഷ്ണകുമാർ പായിപ്പാട് എന്ന് പറയുന്ന പേരെഴുതിയിട്ട് മാസിക സ്ഥിരമായി കിട്ടുന്നുണ്ട്, ലേഖനങ്ങളൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് അച്ചടിച്ചു. എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതം കാര്യം. കാരണം എന്താ, എൻ്റെ പേരെഴുതി ആദ്യമായിട്ട് വരുന്ന ഒരു അച്ചടിച്ച് വരുന്ന ഒരു ആദ്യമായിട്ട് സൂക്തം അതാണ്. മാസിക സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്, ലേഖനങ്ങളൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന എൻ്റെ 2 വരി ആദ്യമായിട്ട് അച്ചടി കാണുന്ന അദ്ദേഹത്തിൽ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ മാസികയിൽ കൂടിയാണ്. ഞാൻ ഞങ്ങളുടെ ഇവിടെ കൊണ്ടുകൊടുത്തപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചോളാം, എഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ എഴുതി തുടങ്ങാനുള്ള ഒരു പ്രചോദനം കിട്ടുന്ന ആ 2 വരിയിൽ കൂടിയാണ്. അതിന് കാരണക്കാരൻ അദ്ദേഹമാണ്. പിന്നീട് ഞാൻ എഴുത്ത് മേഖലയിലേക്ക് വിടുകയും പുസ്തകങ്ങളൊക്കെ എഴുതുകയും ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തെ ആദ്യമായി എൻ്റെ അച്ചടിച്ച 2 വരി എന്ന് പറയുന്നത് ശ്രീനിവട്ടത്താൻ എഴുതിയതാണ്, അദ്ദേഹത്തിൻ്റെ മാസികയിൽ കൂടി പുറത്തു വന്നതാണെന്ന ഒരു ബോധം ഇപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും അത് പറയുന്നത്, ഒരു വളരെ അടിവരയിട്ട് പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, നിരവധി ലേഖനങ്ങൾ എഴുതുന്നു, നിരവധി മാസികകളിലൊക്കെ അതൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അന്നത്തെ ആ 2 വരി അച്ചടിച്ച് വന്ന യുക്തിരാജ്യത്തിൽ വന്നതിൻ്റെ ആവേശം ഇന്നും എനിക്ക് ആവേശം തന്നെയാണ്. ഇന്നും എന്നെ എൻ്റെ മനസ്സിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ആവേശം തന്നെയാണ് ഉണർത്തുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സമീപം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ. അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പങ്കാളിത്തത്തിൽ കൂടിയാണ് ഞാൻ ദേശീയ തലത്തിലുള്ള നിരവധി നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഇവിടെ പല സമ്മേളനത്തിൽ അവരെ വിളിച്ചു വരുത്തുകയും അവരെയൊക്കെ പരിചയപ്പെടുത്താൻ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കൂടി നിന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും യുക്തിവാദി പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ എന്നെ പ്രേരിപ്പിക്കുകയും എന്നോട് ആദ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുപോലെ എൻ്റെ ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടി നിരവധി നേതാക്കന്മാരെയും പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുകയും അങ്ങനെ യുക്തിവാദി പ്രവർത്തനത്തിൻ്റെ
വലിയ വിശാലമായ ഒരു ലോകം എനിക്ക് മുന്നിൽ തുറന്നു വിടുകയും ചെയ്ത ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഞാൻ എന്നും അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു യുക്തിവാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുക എന്നത് എനിക്ക് അഭിമാനബോധം ഉയർത്തുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചൈതന്യം ഉണ്ടാവട്ടെ എന്നും അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. അടുത്തതായി ഞാൻ ഡോക്ടർ സരിത് കുമാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം കേരള സംസ്ഥാന മിശ്രവിവാഹ സംഘം പ്രസിഡൻ്റാണ്. ശ്രീനി ഋഷികുമാറിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു പ്രസംഗം കേട്ടുകൊണ്ട് ആ സന്തോഷത്തിലിരിക്കുകയായിരുന്നു. എനിക്കിന്ന് ഈ സമ്മേളനത്തിൽ വന്നതിൽ ശ്രീനി സാറിനെ ആദരിക്കുന്നതിന് കൂടിയ സമ്മേളനമായ പ്രത്യേകതയുണ്ട്, അതിൻ്റെ സന്തോഷമുണ്ട്. അതിനേക്കാളും സന്തോഷം ഉണ്ടായത്, ഞാനൊരു 10-15 വർഷമായിട്ട് ഒരാളെ കാണാതിരിക്കണം നടക്കുകയാണ്. അത് കൃഷ്ണൻകുട്ടി സാറാണ്. അപ്പോൾ എൻ്റെ വിചാരം ആൾ പോയി എന്ന വിചാരത്തിൽ 10-15 വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കൃഷ്ണൻകുട്ടിയെ അടിച്ചു നോക്കും, വേറെ 100 കണക്കിന് കൃഷ്ണൻകുട്ടിമാർ വരുന്നു, സാറിനെ കാണുന്നില്ല. വാട്സപ്പിലില്ല, ഫേസ്ബുക്കിലില്ല, എങ്ങുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഞാൻ വിചാരിച്ച ആൾ ഏതാണ്ട് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിചാരമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ സാറ് വരുന്നു എന്നറിയുന്നത്. ശ്രീനി സാറിനെ ആദരിക്കുന്ന സമ്മേളനത്തിൽ കൃഷ്ണൻകുട്ടി സാറ് എത്തുന്നു. ഞാൻ ഓടിയെത്തുകയായിരുന്നു അദ്ദേഹത്തെയും കൂടെ കാണാൻ. പുള്ളി അമേരിക്കയിൽ പോയിരിക്കുകയായിരുന്നു. അമേരിക്കയിൽ 5-6 മാസമായിട്ട് കുറച്ച് വർഷമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിക്കൊണ്ട് ഇരിക്കുക. വളരെ സന്തോഷം തോന്നി. ശ്രീനി സാറും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷത്തെ അടുപ്പമുണ്ട്. ഇവിടെ ഋഷികുമാർ പറഞ്ഞ പോലെ അച്ഛൻ യുക്തിവാദി സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ മിക്കവാറും ശ്രീനി സാർ വരുമായിരുന്നു. അന്ന് ഈ അധ്യാപകരുടെ കൈ പണ്ട് മുതലേ ഇരിക്കുന്ന, ഇപ്പോഴും അധ്യാപകരുടെ കയ്യിൽ ആ ബായുണ്ട്, ഇങ്ങനെ ഒരു പ്രത്യേക സൈസ് ബായുണ്ട്, ഇങ്ങനെ തൂക്കി പിടിക്കാൻ നടുക്കൂടെ ക്രോസ് ചെയ്തൊരു ബായുണ്ട്. ആ ബായുമായിട്ട് അതിനകത്ത് 1-2 ജോഡി ഡ്രസ്സും അത്യാവശ്യം എല്ലാ ഫെസിലിറ്റികളും ഉണ്ടായിരിക്കും. പേന, പേപ്പർ, ഫയലൊക്കെ കാണും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറ് വരുമായിരുന്നു. അപ്പോൾ എനിക്കൊരു 17 വയസ്സുള്ളപ്പോഴാണ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടമാണ്, മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, അന്ന് പൈസയൊന്നും ഈ സംഘടനാപരമായിട്ട് അധികം ഒന്നുള്ള കാലമല്ല, നീ കോട്ടയം ടൗൺ മുഴുവൻ ഈ പോസ്റ്റർ ഒട്ടിക്കണം. 2 ദിവസം മെനക്കെട്ടാലേ കോട്ടയം ടൗണിൽ അന്ന് വലിയൊരു പോസ്റ്റർ ഡൽഹിയിൽ നിന്നാണെന്ന് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഒട്ടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഒട്ടിച്ചാൽ എനിക്ക് എന്ത് തരും? നിനക്ക് 50 രൂപ തരാം, അപ്പം കാപ്പി കുടിക്കാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് നമുക്ക് ബൈക്കോ കാറോ ഒന്നുമില്ല. ഞങ്ങൾ ഏറ്റുമാനൂർ സ്റ്റാൻഡ് വരെ നടന്ന് വന്നിട്ട് ഈ പശയും കുറുക്കിയ പശ ഒരു പെട്ടിക്കകത്ത് ഒരു ബോട്ടിനകത്ത് എടുത്തുകൊണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി, പത്മൻ എന്ന പേരാണ്, പപ്പനുമായിട്ട് വന്നിട്ട് ഈ കോട്ടയം ടൗൺ നിറച്ച് അന്ന് ആ പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ സാർ ആ സമ്മേളനത്തിലാണ് സാറ് വരുന്നത്. ആ അഖിലേന്ത്യാ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സാറ് സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ എന്നെ അഭിനന്ദിച്ചുകൂടി പറഞ്ഞു, ഈ പോസ്റ്റർ ഒട്ടിച്ചത് മുഴുവൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞ് അന്ന് 17 വയസ്സിൽ സാറിൻ്റെ ആദരവ് നമുക്ക് കിട്ടുകയുണ്ടായി. പിന്നെ പലപ്പോഴും സാറിനെ കാണാറുണ്ട്. ഞാൻ അന്ന് ഹോമിയോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യപ്രചാര ജാഥ കാസർഗോഡേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു. അന്ന് ഒരു ഒരു വലിയ നീളമുള്ളൊരു വണ്ടിയിലാണ് യാത്ര തിരിച്ചത്. ആ വണ്ടി പല സ്ഥലത്തും വെച്ച് ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോൾ ആളുകൾ പറയും, യുക്തിവാദികളുടെ ജാഥ ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നത് എന്നൊക്കെ ആളുകൾ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓർക്കുന്നു, സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെയൊക്കെ വീട്ടിൽ ഞങ്ങൾ താമസിച്ച കാലമൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ സാറെല്ലാം സ്പീഡാണ്. അപ്പോൾ നമ്മൾ ഈ ഷേവ് ചെയ്യുമ്പം നമ്മുടെ ഇതൊക്കെ മുറിയും, ഷേവിങ് സെറ്റ് വെച്ച് ഷേവ് ചെയ്താലും മുറിയും. സാറിൻ്റെ പരിപാടി ഒരു ബ്ലേഡ് മാത്രം വെച്ച് 2 വരയാണ്. സാർ ഓക്കെ 2 മിനിറ്റ് കൊണ്ട് സാറിൻ്റെ ഷേവിങ് പരിപാടി കഴിയും. അപ്പോൾ ഞാൻ ചോദിച്ചു, മുറിയത്തില്ലേ? മുറിയത്തൊന്നുമില്ല, ഒരു ബ്ലേഡിൻ്റെ വെച്ച് 2 രീതിയിൽ സാറ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാറിനെ കാണുന്നത് IRAയും അതുപോലെ IRA സംഘടന 2ആയിട്ട് മാറിയ ഒരു സാഹചര്യം. അപ്പം അന്ന് സാറിൻ്റെ കയ്യിൽ നിന്നും ആ സ്ഥാനം ഏറ്റെടുത്തത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പം ഞങ്ങൾ കാട്ടാത്തിയിൽ ഋഷികുമാർ പറഞ്ഞ ഏറ്റുമാനൂർ അടുത്തുള്ള സ്ഥലത്ത് സാർ പിന്നെ വന്നത്
ആ പഴയ റെക്കോർഡുകൾ തിരിച്ചേൽപ്പിക്കാനാണ്. വലിയൊരു ബുക്കുണ്ടായിരുന്നു യുക്തിവാദി സംഘത്തിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ IRAയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. സാർ അവിടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കേരളത്തിൽ പോവുകയായിരുന്നു. ഏറ്റവും കൂടുതൽ യുക്തിവാദി സമ്മേളനങ്ങൾ കൊല്ലത്ത് വെച്ച് നടത്തി. ഞാൻ മിക്കവാറും സമയമുണ്ടെങ്കിൽ ഈ ട്രെയിൻ കയറി കുറഞ്ഞ റേറ്റിൽ നമുക്ക് ട്രെയിനിൽ കയറി വരാൻ പറ്റും. ട്രെയിൻ കയറി കൊല്ലത്ത് നടക്കുന്ന യുക്തിവാദി സമ്മേളനത്തിലൊക്കെ വരും. അപ്പോൾ അന്ന് സാറിന് വേറെ പല സംഘടനാ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് യുക്തിവാദികൾ അവരുടെ സംഘടനയെ പൊതുവെ പെടുത്താറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ സംഘടനകളുടെയും പരിപാടി ഞാനിങ്ങനെ പോകും. യുക്തിവാദി പഠന കേന്ദ്രക്കാരുടെ പരിപാടിയിൽ പോകും. പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ മെമ്പർഷിപ്പോ ഭാരവാഹിത്വം ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകും. സാറിൻ്റെ ഒരു സംഘടനാ പാഠവം എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, മുഖ്യമന്ത്രി MK സാനു മാസ്റ്ററിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വണ്ടി കയറി എറണാകുളത്ത് വലിയ സമ്മേളന ഹാളിൽ ചെല്ലുന്നു. ഞാൻ നോക്കി മുഖ്യമന്ത്രി വരുന്ന സമയമായി. സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ ആകെ 4-5 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ പിണറായി വിജയൻ സാറൊക്കെ വരുന്ന പരിപാടി 5 പേര് വെച്ചുകൊണ്ട് എങ്ങനെ സാറ് നടത്തും? അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ തൊട്ടടുത്ത മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയപ്പം ഒരു 100-500 പോലീസുകാരും ഉണ്ട്, 100-500 പത്രക്കാരും ഉണ്ട്. പിണറായി വിജയൻ വന്നപ്പം ജനക്കൂട്ടം ഒഴുകി വരുന്ന പോലെ ഈ ഹാളങ്ങ് വന്ന് നിറഞ്ഞിട്ട് അടിപൊളിയായിട്ടുള്ള സമ്മേളനം. ഒരുപാട് പൈസ അന്ന് ചിലവാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. നല്ല സമ്മേളനങ്ങൾ. അതുപോലെ തന്നെ മിശ്രവാദ സംഘത്തിൻ്റെ ഒരു സമ്മേളനം കൊല്ലത്ത് വെച്ച് നടത്തി. അന്ന് ഇതുപോലെ ചെറിയ ഹാളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ സാറിൻ്റെ സംഘടനയുടെ ഒരു വിജയം കൂടിയാണെന്ന് തോന്നുന്നു. 100 കണക്കിന് ആളുകൾ ആ അമ്പാടി ഹോട്ടൽ എന്ന് പറയുന്ന ചെറിയൊരു ഹോട്ടലിലായിരുന്നു. എവിടെ നിന്നൊക്കെയോ ആളുകളെല്ലാം വന്ന് ആ സമ്മേളനം സത്യത്തിൽ ഒരു കാര്യവും നടന്നില്ല. അടിപൊളിയായിട്ട് ഭയങ്കര തിരക്കായിട്ട് ആ സമ്മേളനം കഴിഞ്ഞുകൂടി. പിന്നെ സാറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നോക്കുന്നത്, ഈ അടുത്ത കാലത്ത് മിശ്രവാദ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇടമറുക അനുസ്മരണം കോട്ടയത്ത് വെച്ച് നടന്നു. കോട്ടയത്തല്ല, ഏറ്റുമാനൂർ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഡീലിംഗ് എന്ന് പറഞ്ഞാൽ, ഇത് മിശ്രവാദ സംഘവും ഭാരതീയ യുക്തിവാദി സംഘവും ഇതിൻ്റെ ചെലവുകൾ പങ്കിട്ടെടുക്കും എന്നാണ്. ബിസിനസ് ഡീൽ ചെയ്തു, പപ്പാതി ചെലവ് എടുക്കും. അപ്പോൾ ആ സമ്മേളനത്തിന് മൊത്തത്തിൽ ഫുഡൊക്കെ കൊടുത്ത വകയിൽ 20,000 രൂപ അന്ന് ചിലവ് വന്നു. കുറേയധികം ആൾ മിശ്രവാദരൊക്കെ അതിൻ്റെ പൈസ തന്നു. അപ്പോൾ സാർ എനിക്ക് 10,000 രൂപ തരണം കണക്ക് നോക്കിയപ്പോൾ. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ 10,000 രൂപ അത് ഞാൻ ഡ്രാഫ്റ്റായിട്ട് അയച്ചേക്കാമെന്ന് പറഞ്ഞു. എനിക്കറിയാം സാറിൻ്റെയിലും ഇല്ല, ആരുടെയും ഇല്ല. ആ സന്തോഷത്തോടു കൂടി സാർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക ചെയ്ത്, വളരെ സന്തോഷത്തോടെ. അതുപോലെ മിശ്രവാദ സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് കോട്ടയത്ത് വന്നപ്പോഴേ ഞങ്ങൾ വന്ന പ്രധാന നേതാക്കൾക്ക് 500 രൂപ വീതം ടീയെ കൊടുത്തു. സോളിച്ചേച്ചി എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായിട്ട് സരിത്തെ ഒരു 10 പൈസ ഇങ്ങോട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഒരു സമ്മേളനത്തിന് പോയിട്ട് ശ്രീനി സാറും അന്ന് ആ സന്തോഷത്തിലാണ് അവിടെ നിന്ന് തിരിച്ചു പോയത്. പിന്നീടാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ശ്രീനി സാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ഫോൺ ചെയ്ത് അദ്ദേഹം വിളിക്കും. നമ്മളിപ്പോൾ ഞാൻ ക്ലിനിക്കൊക്കെ നടത്തുന്ന ആൾ ചിലപ്പോൾ പേഷ്യൻസൊക്കെ കാണും. സാറിൻ്റെ ഫോൺ വന്നാൽ എടുക്കത്തില്ല, കാരണം എടുത്താൽ 1 മണിക്കൂറാണ്. അപ്പോൾ കോവിഡ് കാലത്ത് ഞാൻ ഭയങ്കര തമാശയാണ്. കോവിഡ് കാലത്ത് ഞാൻ ഇങ്ങനെ വിളിക്കും, സാറേ എന്തോ സരിത്താണ് വിളി. ഞാൻ പറഞ്ഞു വെറുതെ വിളിച്ചതാ, ആൾ പോയോ ഇല്ലയോ എന്നറിയാൻ വിളിച്ചതെന്ന് പറയും. തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവിടെ ഉണ്ടല്ലോ, ഞങ്ങളങ്ങനെ പോകത്തില്ല, ഞങ്ങൾ യുക്തിവാദികൾ 100 വയസ്സ് മിനിമം ആയുസ്സുകാരാണ്. സാറ് പറയുമായിരുന്നു 100 വയസ്സാണ് ഒരു യുക്തിവാദിയുടെ ഒരു മിനിമം ആയുസ്. ഞങ്ങൾ യോഗയിലും ഈ 100 വയസ്സാണ് ഒരു ശരാശരി ഒരാളിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ് കേരളം മുഴുവൻ ആൾക്കാരാണ്, കേരളം മുഴുവൻ സുഹൃത്തുക്കളാണ്. അത് യുക്തിവാദി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ. എൻ്റെ നാട്ടിലൊക്കെ വന്നാൽ അവിടെയുള്ള എല്ലാവരും സാറിൻ്റെ പരിചയക്കാരാണ്. ഈ ചെറിയ മാസിക ഞാനൊരു ദിവസം ചോദിച്ചു, ഈ യുക്തിരാജ്യം എത്ര കോപ്പി സാറ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ്, 10,000 കോപ്പി പോകുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാം തമാശയാണ് സാറ്. ഏറ്റവും കേരളത്തിലെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട യുക്തിവാദി പ്രവർത്തകരിൽ ഏറ്റവും വലിയൊരു ആൾ തന്നെയാണ് ശ്രീനി സാർ എന്ന് പറയുന്നത്. നമുക്കിതുപോലെയുള്ള ആളുകളെ പിന്നീട് കിട്ടത്തില്ല. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കേരളം മുഴുവൻ വലിയ വലിയ യുക്തിവാദി സമ്മേളനങ്ങൾ കാണാറുണ്ട്, 1000-ഉം 10,000-ഉം ആളുകൾ. പക്ഷേ അവരെത്ര പേര് യുക്തിവാദി രംഗത്ത് നിലനിൽക്കുന്നുണ്ട്, എത്ര പേര് യുക്തിവാദിയായിട്ട് കഴിയുന്നുണ്ട്? ഞാൻ മിശ്രവാദ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുക. ഞങ്ങളുടെ ബ്യൂറോയിൽ ആളെ കിട്ടാനില്ല. ഒരു മിശ്രവാദം കഴിക്കാനുള്ള ആൺകുട്ടികളെ കിട്ടാനില്ല, പെൺകുട്ടികളെ കിട്ടാനില്ല. ഇവരൊക്കെ എവിടെ പോകുന്നു?
ഈ 10,000 പേര് പങ്കെടുക്കുന്ന യുവാക്കളിൽ മിശ്രവാദ ബ്യൂറോകളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ 10, 50, 60 പേര് മാത്രമാണ്. അതിൻ്റെ അർത്ഥം യുക്തിവാദ ആശയങ്ങൾ അത് പ്രായോഗികമാക്കാൻ ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് തന്നെ തുറന്ന് പറയാം, ഞാനൊരു 50% പോലും യുക്തിവാദ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ആളല്ല. എൻ്റെ അച്ഛൻ അങ്ങനെ പകർത്തിയിരുന്നു. അച്ഛൻ മരിക്കാൻ കിടന്ന സമയത്ത് ശ്രീനി സാറൊക്കെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ അച്ഛനോട് എൻ്റെ അമ്മ ചോദിച്ചു, മരിക്കാറായാലും ലിവർ സിറോസിസ് ആയിരുന്നു, ദൈവത്തെ ഒന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഉടനെ കാലുകൊണ്ട് അമ്മയെ തട്ടുക ചെയ്തേ, മരിക്കാറായി കിടക്കുന്നു. അപ്പോൾ അത് ഇതുപോലെയുള്ള ആളുകളുടെ ശ്രീനി സാറ്, അതുപോലെ ഇടമറുക് സാറ്, അവരെ പോലെയുള്ള ആളുകളുടെ ഒരു ട്രെയിനിങ്ങിലൂടെ വളർന്നു വന്നിട്ടുള്ളത്. നമുക്കാർക്കും അത് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശ്രീനി സാറിൻ്റെ അസുഖമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളൊരു നാഗേഷിൻ്റെ നേതൃത്വത്തിലാണ് ആ ഗ്രൂപ്പ് ഉണ്ടായത്. ആ ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീനി സാറിൻ്റെ ചികിത്സയൊക്കെ ഏതാണ്ട് 80% വിജയിച്ചു എന്നാണ് തോന്നുന്നത്. ആ 20% വിജയിക്കാനുണ്ട്. അതിന് പറ്റിയൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മരുന്നല്ല, സാറിനെ ഇതുപോലെ മീറ്റിംഗ് കൊണ്ടിരുത്തുക എന്നുള്ളതാണ്. ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു അടുത്ത കാലത്ത്. സാറ് 2 മിനിറ്റിനുള്ളിൽ ഇരിക്കത്തില്ല, പക്ഷേ 1.5 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുക, ഒരു കുഴപ്പമില്ല. മീറ്റിങ്ങും മൈക്കും ഉണ്ടെങ്കിൽ സാറ് പഴയ രീതിയിലേക്ക് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. സാറ് നോക്കി 1.5 മണിക്കൂറായിട്ട് ഇരിക്കുക. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 1 മിനിറ്റ് ഇരിക്കും, എഴുന്നേറ്റ് പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായ ടെൻഷൻ കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ 1.5 മണിക്കൂറായിട്ട് ഇരിക്കുക. അപ്പോൾ പഴയ കാലത്തേക്ക് അദ്ദേഹത്തെ പോലെയുള്ളവരെ തിരിച്ചു വിടുക. ഞങ്ങളൊക്കെ കൂടെയുണ്ട്. സാറ് കൊല്ലത്തെ ഏതാണ്ട് ഇന്ന് ഇവിടെ ജവഹർ ബാലഭവനിൽ ഞാൻ വന്നിട്ട് ചോദിച്ചു, നാസ്തിക് നേഷൻ്റെ പരിപാടി ഇവിടെ ഉണ്ടല്ലോ, 2-3 പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചു. നേരത്തെ 12 മണിയായപ്പോഴും ഇവിടെ വന്നു. ചോദിച്ചവർ പല രീതിയിൽ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ ശ്രീനി സാറിൻ്റെ പരിപാടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര പബ്ലിസിറ്റിയാണ് പത്രങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ. കേരളത്തിൽ യുക്തിവാദി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന 3-4 രൂപങ്ങളിൽ ഒരാൾ ശ്രീനി സാറിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ശ്രീനി സാറിനോടൊപ്പം കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതുപോലെ കൃഷ്ണൻകുട്ടി സാർ പുറത്ത് പോയതേ ഉള്ളൂ, ഇവിടെ തന്നെ നമ്മുടെ കൂടെ തന്നെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ എല്ലാം വളരെ സന്തോഷകരമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായിട്ട് കരുതുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം ഈ 10 പേര് 20 പേരെന്നുള്ളതല്ല, ഈ ഇരിക്കുന്ന ഓരോരുത്തരും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ്. എല്ലാവരും ഓരോരോ യുക്തിവാദി പഠന കേന്ദ്രമുണ്ട്, മിശ്രവാദ സംഘമുണ്ട്, നാസിക് നേഷനുണ്ട്, ഭാരതീയ യുക്തിവാദി സംഘമുണ്ട്, ഇന്ത്യ എല്ലാവരും ഉണ്ട്. അവർ ഇപ്പം ഋഷികുമാർ തന്നെ ഇപ്പം കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്. അവിടെ ഒരു പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻ്റാണ്. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹവും മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെയൊക്കെ ബേസിക് സ്റ്റഡി ഈ യുക്തിവാദി പ്രസ്ഥാനത്തിൽ നിന്നാണ് വളർന്നു വന്നെന്ന് തോന്നുന്നു. അപ്പം ഇത് 20 പേരാണ്, 30 പേരാണെങ്കിലും ഇതൊരു വലിയ കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി ശ്രീനി സാറിന് എല്ലാ ആശംസകളും നേരുകയാണ്. കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആവേശത്തോടെ അദ്ദേഹത്തിന് പ്രവർത്തന രംഗത്ത് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് സാബു ഫിലിപ്പിനെ വിളിക്കുന്നു. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാനും കുറച്ച് ആവർത്തിക്കേണ്ടി വരും. ആ ഒരു സങ്കടമുണ്ട്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കുട്ടിക്കാലത്തെ കേരളം വിട്ടു പോയ ഒരാളാണ്. അപ്പോൾ കേരളത്തിലെ യുക്തിവാദി പ്രവർത്തകരെക്കുറിച്ചോ പ്രവർത്തനത്തെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ബംഗാളിലായിരുന്നു, ഡൽഹിയിലായിരുന്നു, കാൺപൂരായിരുന്നു, പല സ്ഥലങ്ങളിലും 7 സ്റ്റേറ്റിൽ ജോലി ചെയ്തു ഇന്ത്യയിൽ. അങ്ങനെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടു തുടങ്ങിയത്, പല സ്ഥലങ്ങളിൽ കേട്ടു തുടങ്ങി. ആളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് 99 കോയമ്പത്തൂർ നടന്ന ഒരു ഫിറ കോൺഫറൻസിലാണ്. ഫിറ ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, ഉണ്ടായിരുന്നു അല്ലേ? ഫിറ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ, അതിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ട പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ BYS നേതാവ് ശ്രീ പട്ടത്താനം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ KYSലാണെങ്കിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോഴും ആശയപരമായിട്ട് എനിക്ക് KYSനോട് ഒരൊറ്റ കാര്യത്തിൽ വിയോജിപ്പുണ്ടായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വാലായിരുന്നു. ഞാൻ കമ്മ്യൂണിസം വിട്ടൊരാളാണ്. എനിക്ക് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം KYSനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, പാലക്കാട്ട് എന്തെങ്കിലും മറ്റൊരു യുക്തിവാദ സംഘടന വന്നാൽ അന്ന് ഞാനായിരിക്കും ആദ്യം ഇത് വിടുന്നതെന്ന്. ഈ സംഘടന വിട്ടുപോകുന്നത് പച്ചയ്ക്ക് പറയും. അങ്ങനെ ഉറപ്പിച്ച് പറയുന്നതുകൊണ്ട് അവർക്ക് എന്നോട് വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ധൈര്യമായി, BYS ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയത് അങ്ങോട്ട് മാറാമല്ലോ, KYS to BYS ട്രാൻസ്ഫർ. അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി രാജ്യം എന്നൊരു മാസിക എനിക്ക് തന്നു, ഒരു മെമ്പർഷിപ്പ് പഠിപ്പിച്ചു, അതിൻ്റെ ഒരു വരിസംഖ്യ ഞാൻ അപ്പം തന്നെ എടുത്തു. പിന്നീട് പുള്ളി എനിക്കൊരു 10 കോപ്പി അയച്ചു തുടങ്ങി.
ആ സമയത്ത് ഞാൻ യുക്തിരേഖ എന്ന് പറഞ്ഞ KYSൻ്റെ മുഖമാസികയും 10 കോപ്പി ഞാൻ വിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതും വിൽക്കണം. അത് 10 രൂപ, ഇത് 5 രൂപ. അപ്പോൾ ഒരാൾ തന്നെ 2 മാസിക 2 സംഘടനയുടെ കൂടെ വിൽക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു അനൗചിത്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സാറിൻ്റെ മാസിക ഞാൻ വിൽക്കാറില്ല, മറ്റേത് വിൽക്കും. ഇത് KYSൻ്റെ എല്ലാ മാസമുള്ള ജില്ലാ കമ്മിറ്റി, ഞാനതിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു കേട്ടോ. എൻ്റെ പോസ്റ്റ് കേട്ടോ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. CPMൻ്റെ അതേ മെത്തേഡുകൾ അവിടെ സെക്രട്ടറി, സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലായിരുന്നു. അത് സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോൾ ഞാൻ ഈ കൊച്ചു മാസിക കൊണ്ടുപോയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് 10 മാസികയ്ക്ക് 50 രൂപ പുള്ളിക്കാരൻ്റെ റേറ്റ്. അത് ഞാൻ മണിയോട് അയച്ചു കൊടുക്കും. ഞാൻ പൈസ മേടിക്കാറ് ആൾക്കാരെ. അങ്ങനെ കുറേ കാലം പോയി. പിന്നെ പുള്ളിക്കാരനെ ഞാൻ കാണുന്നത്, പുള്ളിയുടെ ഒരു പ്രാവശ്യം ഞാൻ കൊല്ലത്ത്, പുള്ളിയുടെ എല്ലാ മീറ്റിങ്ങിൻ്റെ പരിപാടി എനിക്ക് അയക്കാറുണ്ട്. കൊല്ലത്ത് ഒരിക്കൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം. എറണാകുളത്ത് 2 പ്രാവശ്യം പങ്കെടുത്തു. ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ ഒക്കെ സാനു മാഷക്ക് കൊടുക്കുന്ന പരിപാടിക്ക് ഞാൻ കുടുംബസമേതം പങ്കെടുത്തു. പിന്നെ ഒരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ആ ഒരു സിനിമാ നടി, ഒരു നടിയെ വെച്ച് പരിപാടി വെച്ചില്ലേ, ശ്വേതാ മേനോനെ വെച്ച് പരിപാടി വെച്ചു. അതിന് ഞാൻ പങ്കെടുത്തു. സാറിനെ കാണാൻ പോയതല്ല, ശ്വേതാ മേനോനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ 2 പരിപാടി എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു കാര്യം, ഈ കേരളത്തിലെ ചെറുതും വലുതുമായ നാസ്തിക, യുക്തിവാദ, നിരീശ്വരവാദ, സ്വതന്ത്ര പ്രസ്ഥാനങ്ങളെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു ഫെഡറേഷൻ ഉണ്ടാക്കണം ഞങ്ങൾ ആഗ്രഹിച്ചു. അത് വളരെ ആവശ്യമായിരുന്നു. ഇപ്പോഴും ആണ് എല്ലാവരും കൂടി ഒരു ഫെഡറേഷൻ. കാരണം നമുക്കെല്ലാം കോമൺ ആയിട്ടൊരു ത്രെഡ് ഉണ്ട്, ഒരു നൂല് ഓടുന്നുണ്ട്. നമ്മളെല്ലാവരും നാസ്തികരാണ്. മറ്റു കാര്യങ്ങളിൽ കമ്മി ഉണ്ടാവും, സംഖ്യ ഉണ്ടാവും, സുഡു ഉണ്ടാവും, എല്ലാവരും കാണും. പക്ഷേ എല്ലാവരും നാസ്തികരാണ്. അപ്പോൾ നാസ്തികതയെ മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു ഫെഡറേഷൻ രൂപീകരിക്കുകയും ആർക്കെങ്കിലും എന്തെങ്കിലും ലീഗൽ ഇഷ്യൂവോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഇപ്പോൾ ഈ പറഞ്ഞവർക്ക് അസുഖം വന്നു, ഒരു കളക്ഷൻ നടത്തണം. അപ്പോൾ ഈ എല്ലാ ഗ്രൂപ്പുകൾക്കും കളക്ഷൻ നടത്താൻ പറ്റും. അങ്ങനെ പൊതു കാര്യങ്ങൾ ചെയ്യാം. മറ്റു കാര്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് അവരുടെ സംഘടന നടത്തുക എന്ന് പറഞ്ഞ് സാറ് ഞാനും മുൻകൈ എടുത്ത് എറണാകുളത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു. 10-16 പേര് വന്നു. പക്ഷേ ഈ വന്നവരൊക്കെ പല സംഘടനക്കാരാണ്. അവരൊന്നും തന്നെ അവരവരുടെ സംഘടനയിൽ വോയിസ് ഉള്ള ആൾക്കാരല്ല. അവർക്ക് ശബ്ദമില്ല. സംഘടനകൾ വെറുതെ ഒരു പേരിന് വന്നിരുന്നു, ഒരു 2 മണിക്കൂർ മീറ്റിംഗ് കൂടി പിരിഞ്ഞു പോയി. പിന്നീട് 2ാമത്തെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ചു. എനിക്കത് പോകാൻ പറ്റിയില്ല. അതോടുകൂടി ഞങ്ങളുടെ ആ എഫർട്ട് അവസാനിച്ചു, സംഗതി നടന്നില്ല. പിന്നെ പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാം, കേരളത്തിലെ എൻ്റെ അറിവിൽ എനിക്ക് അത്യാവശ്യം അറിവുണ്ട് കേരളത്തെക്കുറിച്ച്. കേരളത്തിലെ ഏറ്റവും നല്ല യുക്തിവാദ സംഘാടകനാണ് ശ്രീനി പട്ടത്താനം. ഇയാളെക്കാളും മികച്ച സംഘാടകൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനൊരു സംഘാടകനാണ്, അതുകൊണ്ട് എനിക്ക് സംഘാടകൻ്റെ വിഷമം എനിക്കറിയാം. നാഗേഷ് സംഘാടകനാണ്, ജോർജ് സംഘാടകരാണ്. സംഘാടകർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഈ മേളങ്ങളിലെ ഏറ്റവും വലിയ മേളം ചെണ്ടാന്നും, കലകളിലെ ഏറ്റവും വലിയ കല സംഘാടന കല എന്ന് ഞാൻ തന്നെ പേരിട്ടിട്ടുണ്ട്. ഞാൻ തന്നെ. കാരണം പാട്ട് പാടാനോ പ്രസംഗിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ 10 പ്രാസംഗികനെയും പാട്ടുകാരനെയും കലാകാരനെയും ഓഡിയൻസിനെയും ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുക പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആ പണി സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് പുള്ളിയായിട്ട്. ആശയപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം കേട്ടോ. ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതും നാളെ ഇഷ്ടപ്പെടാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ഈ സംഘാടന മികവുകൊണ്ടാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയുടെ സംഘാടനം അത് പുള്ളി നിരന്തരമായിട്ട് ചെയ്യുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു യുക്തിവാദ സംഘടനയ്ക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ കമലഹാസനെ എറണാകുളത്ത് എത്തിച്ച് ഒരു തുക്കട അവാർഡ് ഒരു മരത്തിൻ്റെ കഷ്ണത്തിൽ എട്ടി കോവരുന്നൊക്കെ എഴുതി കൊടുക്കാൻ പുള്ളിക്ക് പറ്റിയില്ലേ? അതിലും വലിയ കാര്യം എന്താ ഉള്ളത്? ആർക്ക് സാധിക്കും? പിണറായി വിജയനെ കൊണ്ടുവന്നൊന്നും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അതൊക്കെ ആർക്ക് വിളിച്ചാലും പിണറായി വിജയൻ വരും. പക്ഷേ കമലഹാസൻ സ്വന്തം ചെലവിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ തിരുത്തിക്കോട്ടോ, സ്വന്തം വിമാന കാശ് കൊടുത്ത് സ്വന്തമായിട്ട് താജ് വിമാനത്താൽ റൂം ബുക്ക് ചെയ്ത് സ്വന്തമായിട്ട് ചായ മേടിച്ച് കുടിച്ചിട്ടാണ് പുള്ളി പരിപാടിക്ക് വന്നത്. ഇവിടുന്ന് കൊടുക്കാൻ ഒന്നുമില്ല, എല്ലാ ചിലവും സ്വന്തം വഹിച്ചു വന്നു. അത് പുള്ളി പറയുകയും ചെയ്തു. എനിക്ക് 100 കണക്കിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാ അവാർഡിൻ്റെ കൂടെ വലിയൊരു തുക കിട്ടും. ഭരത് അവാർഡ്, മറ്റേ പത്മശ്രീ, എല്ലാത്തിനും കൂടെ എമൗണ്ട് വരും. ഒരു നയാ പൈസ അവാർഡ് ക്യാഷില്ലാതെ ഒരു മരപ്പലക മാത്രം തന്ന അവാർഡാണ് ഇത്. പക്ഷേ എനിക്ക് ഏറ്റവും വിലമതിക്കുന്ന അവാർഡ് ഇതാണ്. കാരണം ഇതുവരെ കിട്ടിയ എല്ലാ അവാർഡുകളും എൻ്റെ അഭിനയത്തിനായിരുന്നു, ഇതെൻ്റെ ജീവിതത്തിന് കിട്ടിയ അവാർഡാണെന്ന് പറഞ്ഞ പുള്ളി കമലഹാസൻ. ഇത് ഞാൻ ആ മീറ്റിംഗ് പങ്കെടുത്തില്ലല്ലോ, ഇദ്ദേഹത്തിൻ്റെ യുക്തിരാജ്യത്തിൽ വായിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. അന്ന് പുള്ളി എഴുതി വിട്ടതാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ഈ അസുഖമായി കിടന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. പലതരം തിരക്കുകളോട്, ഞാനൊരു അഡ്വക്കേറ്റാണ്, അതിൻ്റെ തിരക്കും മറ്റു തിരക്കുകളും വന്നില്ല. അപ്പോൾ ഈ ഒരു പരിപാടി ഞാൻ അന്ന് തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ പോകണമെന്ന് അറിയാൻ പാടില്ല. അതിൽ ഞാൻ എഴുതിയിരുന്നു, സാറ് ഒരുവിധം സുഖമായി കഴിഞ്ഞാൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കണം. ആ പരിപാടിയിൽ നമ്മളെല്ലാം അടിക്കുന്ന മുഖസ്തുതിയിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളി 10-15 കൊല്ലം കൂടുതൽ ജീവിക്കുന്നു. ഇന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ആനിയൻ എന്നെ വിളിച്ചു ചോദിച്ചു, എന്നാ പരിപാടി? ഞാൻ പറഞ്ഞ കൊല്ലത്ത് പോവാണ്, ശ്രീനി പട്ടത്താനത്തിന് ഒരു ആദരിക്കൽ ചടങ്ങുണ്ട്. ഉടനെ അവൻ പറയാ,
അന്ന് പറ്റി പുള്ളിക്കെന്ത് പറ്റി? ഞാൻ പുള്ളിക്ക് കുറച്ച് സുഖമില്ലായിരുന്നു, ഇപ്പോൾ ശരിയായി, പുള്ളി ഓക്കെ ആയിന്ന്. ഉടനെ അവൻ പറയാണ്, അല്ല ക്രിസ്ത്യാനികൾ അന്ത്യോപദേശ കൊടുക്കുന്നതിന് യുക്തിവാദികൾ കൊടുക്കുന്ന വാക്കാണ് ആദരിക്കലിന്. ഒരു തരം അന്ത്യോപദേശമാണ്. ഞാൻ പറയും ഇന്നത്തെ ഈ പരിപാടിയുടെ ഊർജ്ജത്തിൽ നിന്ന് 10 കൊല്ലെങ്കിലും പുള്ളി മിനിമം 10 കൊല്ലം, ഇപ്പോൾ പ്രായം എന്ന് പറയാൻ പാടില്ല, ഒരു 10 കൊല്ലം എക്സ്ട്രാ ഈ രംഗത്തുണ്ടാവും. പുള്ളി ഇനിയും പരിപാടികൾ സംഘടിപ്പിക്കും, കഴിയുമെങ്കിൽ ഞാൻ പങ്കെടുക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. മിസ്റ്റർ AC ജോർജ്. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ, ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീനി പട്ടത്താനം, സുഹൃത്തുക്കളെ, ആവർത്തന വിരസതയാണ്, അതുകൊണ്ട് പറഞ്ഞതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ടുള്ള പരിചയം സിനി സാറിനെ ഉണ്ട്. അത്രയും പരിചയം പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്കത് പറയണമെങ്കിൽ മണിക്കൂറുകളെടുക്കും. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. 1-2 കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, 89 കാലം മുതലാണ് ഞാൻ സിനി സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് IRAയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന കാലം, ഞാനൊരു സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് വരുന്ന കാലം, ഇവിടെ ഇരിക്കുന്ന മറ്റു പലരും IRAയിലുണ്ടായിരുന്ന കുറേ ആളുകളെ നമുക്ക് പരിചയമുണ്ട്, ഇതിനകത്തുണ്ട്. അപ്പോൾ ആ സമയം മുതലേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാബുവൊക്കെ പറഞ്ഞ പോലെ ഒരു പരിപാടി നടത്തി വിജയിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ആളുകളെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ പണിയാണ്. ആ പണി വളരെ അനായാസം, ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീനി പട്ടത്താനം. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ റേഞ്ചിൽ നിൽക്കേണ്ട ഒരാളേ അല്ല. അതിനൊരു കാരണം ഞാൻ പറയുന്നത്, അദ്ദേഹം ആദ്യം ഇന്ത്യ യുക്തിവാദ സംഘത്തിൽ, കേരള യുക്തിവാദ സംഘത്തിലായിരുന്നു. അത് രണ്ടായ സമയത്ത് അദ്ദേഹം ഇടമറുക നേതൃത്വം നൽകുന്ന ഇന്ത്യ യുക്തിവാദ സംഘത്തിൻ്റെ കൂടെ നിന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് നിലവിളക്കിൻ്റെ, ആദ്യം ഇവിടെ ജോർജ് പിള്ളാട്ട് പറഞ്ഞ പോലെ ഒരു നിലവിളക്ക് കത്തിക്കുന്നൊരു വിഷയമുണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവസാനം സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു നിരീക്ഷണമാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇന്ത്യ യുക്തിവാദ സംഘം വിട്ടു പോയത് ആ സംഘടനയ്ക്ക് വളരെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സരിത്ത് പറഞ്ഞല്ലോ, അന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സരിത്തിൻ്റെ പിതാവായിരുന്നു പിന്നെ സെക്രട്ടറി ആയത്. എന്നിരുന്നാലും എൻ്റെ ഒരു നിരീക്ഷണം, അദ്ദേഹം സെക്രട്ടറി ആയിട്ട് പോയത് കൊണ്ട് വ്യക്തിപരമായി അദ്ദേഹം കുറച്ചുകൂടി ഉയരത്തിൽ വരേണ്ട ഒരാൾ അത് നഷ്ടപ്പെടുത്തി. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിനോടുള്ള എൻ്റെ ഒരു ഐക്യദാർഢ്യം. അദ്ദേഹം പോയതുകൊണ്ട് ആ നഷ്ടമല്ല അദ്ദേഹം കണ്ടത്, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം അവിടെ പ്രകടിപ്പിച്ചു. അതിനുശേഷം ആ സംഘടന, അതിനുശേഷം ഞാൻ എൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിക്ക് ആയിരുന്ന ആളാണ്. ആ സംഘടന പിന്നെ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ അറിവ് വെച്ചിട്ട്. കാരണം താഴേക്ക് പോകുന്നു. ഇന്ന് ആ സംഘടന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കടലാസിൽ മാത്രം ഉണ്ടാവാം. അതിന് പകരം അദ്ദേഹം ശരിക്കും ആ സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് തന്നെ ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഉപരി വലുതായി. ഇന്ന് നമ്മൾക്കറിയാം, യുക്തിവാദികളുടെ വളരെ ശക്തമായ ഇടപെടൽ ആവശ്യമുള്ളൊരു സമൂഹമാണ് ഇപ്പോൾ നിലവിൽ ഈ വർത്തമാന കാലത്തുള്ളത്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്ത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം അത് മുതലാക്കാൻ ഇന്ത്യ യുക്തിവാദ സംഘം പോലെ സംഘടനയ്ക്ക് സാധിച്ചില്ല. അത് പോട്ടെ, അത് മാറ്റിവെക്കാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആവർത്തിക്കുന്നില്ല. മനുഷ്യത്വപരമായി പെരുമാറാൻ ഒരു സമയത്ത് കേരളത്തിൽ പ്രേതങ്ങളും ചാത്തനേറുകളും പേടിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീനി പട്ടത്താനം. അങ്ങനത്തെ ഒരു സംഭവം എവിടെയുണ്ടോ അവിടെ സ്വന്തം കയ്യിലെ വണ്ടിക്കാശ് മുടക്കി ചെന്നിട്ട് അത് തെളിയിച്ച് അതങ്ങനെയല്ല, ഒരു മാനസിക രോഗമാണെന്ന് കാണിച്ചു കൊടുത്തിരുന്ന അനേകം ചരിത്രങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്കറിയാം. നമ്മളുടെ അന്നത്തെ പത്രമാധ്യമങ്ങളിലും മാസികകളിലും ഇത് അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രവൃത്തി പരിചയമുള്ള ശ്രീനി സാറ് തൽക്കാലത്തേക്ക് എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു ചെറിയൊരു അസുഖം, അത് നമുക്ക് പ്രായാധിക്യമായി വരുന്നതാണ്. അസുഖം വന്നതെന്ന് വെച്ചാൽ അതൊരു ജീവിതത്തിൻ്റെ അവസാനമേ അല്ല, വളരെ ഊർജ്ജസ്വലമായി ഇനിയും അനേക വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ യുക്തിവാദികൾക്ക് വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്ത മിസ്റ്റർ കണ്ണൻ. ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംസാരം പ്രിപ്പയർ ചെയ്തില്ല, യാദൃശ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ മൈക്കിന് മുമ്പിൽ വന്നതാണ്. എന്നാലും ശ്രീ സാറിനെ പറ്റി
കുറേയധികം പറയാനുണ്ട്. വളരെ ചെറുതിലെ തന്നെ എൻ്റെ ഒരു കോളേജ് സമയത്താണ് ഞാൻ ശ്രീനി സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ വളരെ ആരാധനാ പാത്രമായിരുന്നു ശ്രീനി സാറ്. ഈ യുക്തിവാദി ആശയത്തിന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പം അത്തരം ഒരു യുക്തിവാദി പ്രവർത്തനം വളരെ പ്രവർത്തനം ചെയ്യുകയും അതിൽ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത്. ഞാൻ ശ്രീനി സാറിൻ്റെ തുടക്കത്തിൽ കാണുമ്പോൾ വളരെ പ്രശസ്തനായിരുന്നു സാറ്. കേരളത്തിലെവിടെയും ഉള്ള യുക്തിവാദികളുടെ ഇടയിൽ അംഗീകാരവും പ്രശസ്തിയുമുള്ള ഒരു യുക്തിവാദിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീനി സാറിനെ കാണുമ്പോൾ ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ആ സമയത്തൊക്കെ വളരെ ആരാധനയോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഇടപെട്ടിരുന്നത്. പല കാര്യങ്ങളും ഞങ്ങൾ യോജിച്ച് പ്രവർത്തിച്ചു. സാറ് പലപ്പോഴും വിളിക്കുമ്പോൾ പല സമ്മേളനങ്ങളും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബന്ധം വളരെ ദീർഘകാലം തുടരുകയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീനി സാറിനെ പറ്റി പിന്നെ ആലോചിക്കുമ്പോൾ എപ്പോഴും കണ്ടാലും വളരെ നിറഞ്ഞ ചിരിയോടുകൂടി വരുന്ന ഒരു മനുഷ്യനല്ലാതെ ഞാൻ ഒരിക്കലും ശ്രീനി സാറിനെ കണ്ടിട്ടില്ല. ഞാൻ ശ്രീനി സാറിനെ വിമർശിക്കാറുണ്ട്. അതുപോലെ തിരിച്ചും സാർ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സാറിൻ്റെ ഒരു സാന്നിധ്യം വളരെ പ്രസന്നമായ ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും അടിവരയിട്ട് പറയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീനി സാറ്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനെ വന്നതിൽ സത്യത്തിൽ എനിക്ക് വളരെ ഷോക്കായിരുന്നു. ഞാൻ ഒരുപാട് ദുഃഖിക്കുകയും ചെയ്തു അതിനകത്ത്. കാരണം ഇത്തരത്തിലുള്ളൊരു ശ്രീനി സാറിനെ ഒരു അവസ്ഥയിൽ കാണുമെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. പിന്നെ ഹോസ്പിറ്റലൊക്കെ വന്ന് സാർ ഇപ്പോൾ റിക്കവർ ചെയ്തതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും ഒരു മുഖ്യധാരയിൽ കൊണ്ടുവരുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സാധ്യമായ എല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹം പുലർത്തുന്ന ആളുകളുടെ ഇടയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. മിസ്റ്റർ മോഹൻലാൽ കേശവൻ. ഇത് കുഴപ്പമില്ല, തെറ്റിദ്ധരിക്കണമെന്ന് വെച്ചിട്ട് കേശവനെ കൂടെ കൂട്ടിയതാണ്, എൻ്റെ അച്ഛനെ കൂടെ കൂട്ടിയതാണ്. ശ്രീനി സാറുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത്യാവശ്യം 1-2 യോഗസ്ഥലങ്ങളിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 2 പ്രാവശ്യം ഫോണിൽ വിളിച്ച് സംസാരിച്ചു, ഈ അടുത്ത നാളിലാണ്. അതിനൊരു ചെറിയ പശ്ചാത്തലമുണ്ട്. അപ്പം ഞാൻ നാഗേഷുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും എനിക്കൊരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പം തോന്നി, ഈ യുക്തിവാദികളൊരു പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ്. ഈ യുക്തിവാദിയായ ഒരു വയോജനത്തിൻ്റെ ഒരു ജീവിതത്തെ പറ്റിയിട്ട് ഒരു 50 വയസ്സ് കഴിയുമ്പം തുടങ്ങുന്ന ആശ്രിതത്വത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇതിനെ വന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു റൈറ്റപ്പ് ഇട്ടു. ഞാൻ നാഗേഷിന് അയച്ചു കൊടുക്കുന്നു. നാഗേഷ് അത് വായിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാഗേഷ് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു. അന്നേരമാണ് എന്നോട് പ്രത്യേകിച്ച് ശ്രീനി സാറിൻ്റെ കാര്യം എന്നോട് പറയുക, ശ്രീനി സാറിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ പറയുകയും അതിനുശേഷം നമ്മളൊരു മതേതര കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പക്ഷേ ഇത് ഇടയ്ക്കൊന്ന് ഹെൽഡപ്പായി നിൽക്കുകയാണ്. എന്നാലും ഇങ്ങനെയൊരു സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതിൽ, അതുപോലെ തന്നെ ശ്രീനി സാറിനെ ഇവിടെ കൊണ്ട് ഇരുത്തി നമ്മുടെയൊക്കെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാനും നമ്മളുടെ ഒരു ഐക്യദാർഢ്യം പുള്ളിക്ക് ബോധ്യപ്പെടാനും കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് നമ്മൾ ഇവിടം കൊണ്ട് നിർത്തലല്ല വേണ്ടത്, അതിനോടൊപ്പം പിന്തുടരണം. ഇദ്ദേഹത്തെ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്കൊക്കെ ഇതുണ്ടാവാം. നമ്മളെ പലരും ഉപേക്ഷിക്കപ്പെടും, നമുക്കൊരു സഹായം വേണ്ടി വരും, നമുക്കൊന്ന് സംസാരിക്കാൻ ഒരാളും വേണ്ടി വരും. ഇതിനൊന്നും ലഭ്യമല്ലാത്തൊരവസ്ഥ ഇന്നത്തെ ലോകത്തുണ്ട്. അത് വളരെ വേഗം. പക്ഷേ ഇന്നത്തെ ലോകത്ത് മറ്റൊത്തിരി കാര്യങ്ങൾ ശാസ്ത്രയുഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം ChatGPT അടക്കമുള്ള ഒത്തിരി സംവിധാനങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന മറുപടി കിട്ടാനും നമുക്ക് സംസാരിക്കാനും എന്തും, അതിനകത്ത് സെക്സ് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാം. അവിടുന്ന് തന്നെ നമ്മളൊരു ഹെൽപ്പിന് വേണ്ടി ഈ ChatGPTയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ടൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാനോ അവിടുന്ന് ഒരു ആംബുലൻസ് വരാനും നമ്മുടെ ലൊക്കേഷനിൽ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന വൈദ്യസഹായം തരാനും ഒക്കെ കഴിയുന്ന രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറേണ്ടതാണ്. അതിനെപ്പറ്റിയും കൂടെ നമ്മൾ ഒത്തിരി കാര്യം സംസാരിക്കാനുണ്ട്, പക്ഷേ അതൊന്നും പറഞ്ഞു നേടുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചിറ്റപ്പൻ എന്നാണ് വിളിക്കുക. ശ്രീനി സാറിൻ്റെ കുടുംബ അംഗമാണ്. അപ്പോൾ ഭയങ്കര വിഷമത്തോടെ ഇമോഷണലിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ഗുണം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചിറ്റപ്പൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല
ഞങ്ങൾ കുടുംബാംഗങ്ങൾ ആരും ഇത്രയും ചിറ്റപ്പനെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ മകളായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിറ്റപ്പൻ ഒരിക്കലും ചിറ്റപ്പൻ്റെ ആശയങ്ങളിലേക്ക് ആരെയും നിർബന്ധിച്ചിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരാളെ പോലും നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ എല്ലാം വരുമ്പോഴും അവിടെ വരുന്നു, കുടുംബാംഗമായി പങ്കെടുത്തു പോകുന്നു. ഒരാളോട് പോലും സാധാരണ ഞാനൊക്കെ എൻ്റെ ആശയങ്ങൾ തൊട്ടടുത്തിരിക്കുന്നവരോട് എപ്പോഴും പറഞ്ഞ് അവരെയും കൂടി എൻ്റെ കൂടെ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസം അല്ലെങ്കിൽ ചിന്തകൾ അവരുടെ സ്വാതന്ത്ര്യമാണെന്നും എന്ന് വിശ്വസിച്ചിരുന്നത് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ചിറ്റപ്പനോട് ആദ്യം ചിറ്റപ്പൻ എഴുതും, നീ അവനോട് പറ എന്ന് പറഞ്ഞു. അപ്പോഴും ചെറിയൊരു പരിചയം ഉണ്ടായെങ്കിലും അന്നേരവും തുടർന്നില്ല. അപ്പോഴും എനിക്ക് 1-2 ബുക്ക് തന്നു. എന്നാൽ ഒരിക്കൽ പോലും എന്നെ നിർബന്ധിച്ചില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ, നീ ഇത് വായിക്കണം, ഇതിലേക്ക് വരണമെന്ന് ഒരിക്കലും എന്നെ നിർബന്ധിച്ചില്ല. ഞാനൊരു 2-3 വർഷം, ഒരു 5 വർഷമായി കാണത്തേ ഉള്ളൂ, പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ വിഷയത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് യുക്തിവാദത്തിലേക്ക് വന്നിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലെനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു മനുഷ്യനെയും നിർബന്ധിക്കാതെ ഞാൻ ഈ വഴിക്ക് വന്നതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ആദ്യമായിട്ട് വേദി തരുന്നത് ചിറ്റപ്പനാണ്. അതിന് ശേഷമാണ് തുടരെ വേദികൾ എനിക്ക് കിട്ടിയത്. അപ്പം പറയുകയും ചെയ്തു, നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ, കുറച്ച് മുൻപേ ആയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പിൻഗാമിയായിട്ട് നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഇതുവരെ വൈകിപ്പോയതിൽ ചിറ്റപ്പനോട് മാപ്പി ചോദിക്കുന്നു. അപ്പോൾ ഇനി തുടർന്ന് ചിറ്റപ്പൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഞാനും ഉണ്ടാകും. ഒരാഗ്രഹമാണ് തോന്നുന്നു, ആഗ്രഹമായിരുന്നു എനിക്ക് ശേഷം ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് എന്നിലൂടെ നിവർത്തിക്കാൻ സാധിക്കുമെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വൈകിപ്പോയതിൽ മാപ്പും ചോദിക്കുന്നു. ഇനി ആർക്കെങ്കിലും ശ്രീനിയോട് ആശംസ അർപ്പിക്കാനുണ്ടെങ്കിൽ അവർക്ക് വരാം. കൃഷ്ണൻകുട്ടി. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ഞാൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. എല്ലാവരും കൂടെ ശ്രീനി സാറുമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു. എൻ്റെ അനുഭവങ്ങൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. വളരെ ഏതാണ്ട് ഞാൻ ശ്രീനി സാറിനെ സ്വതന്ത്രമായി പരിചയപ്പെടുന്നത് കാണുന്നത് 93-ലാണ്. 93-ലെ പുനലൂർ TB വെച്ച് കേരളത്തിലെ ഒരു ആൾ ദൈവത്തിനെതിരെയുള്ള അതിശക്തമായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് അവിടെ TBയിലെ മതിലിലെ മുദ്രാവാക്യങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ ആണ് ശ്രീനി സാറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. കാരണം ഞാനും അവിടെ പോയിരുന്നു. അന്ന് എനിക്ക് 17-18 വയസ്സാണ്. ഈ 18 വയസ്സിൽ ചെന്നപ്പോഴാണ് ശ്രീനി സാറിനെ പരിചയപ്പെടുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ശ്രീനി സാറിൻ്റെ ഒപ്പമുണ്ട്. എനിക്ക് ഇവിടെ പറയാനുള്ളത് 1-2 അനുഭവങ്ങളാണ്. ശ്രീനി സാറോട് വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആന്ധ്രയിൽ യുക്തിവാദ സംഘത്തിൻ്റെ ആന്ധ്രാപ്രദേശ് സുഹൃത്തുക്കളുമായിട്ട് പരിചയപ്പെടാനും അവരോടൊപ്പം ചെല്ലുന്നതിനും ശ്രീനി സാർ ഒരു കാരണമായിട്ടുണ്ട്. മറ്റ് 2 തവണ എൻ്റെ ഔദ്യോഗിക ജീവിത തിരക്കാരനെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതെനിക്ക് വളരെയധികം നല്ലൊരു അനുഭവമായിരുന്നു. അന്ന് കണ്ണശിവരാമനൊക്കെ ഉള്ളൊരു സാറുണ്ടായിരുന്നു, കണ്ണശിവരാമൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകനൊക്കെ ഉണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രഭാകരൻ സാറുണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല യാത്രയായിരുന്നു. ഏതാണ്ട് 3-4 ദിവസമൊക്കെ അവിടെ ചെന്നിട്ട് അവിടുത്തെ പ്രഭാഷണം അവിടെ പങ്കെടുക്കുക ഒക്കെ നല്ലതായിരുന്നു. പിന്നെ അതിനുശേഷം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിനെ കാണാനായിട്ട് ഭാസ്കരൻ സാറും ശ്രീനി സാറിനോടൊപ്പം സെക്രട്ടേറിയറ്റിൽ ഒന്ന് പോകാൻ കഴിഞ്ഞു. കാരണം ഇത്രയും നാളായിട്ട് എത്ര പേർക്ക് സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ ഇവിടെ വിളിച്ചു. ആ വിളിച്ച കൂട്ടത്തിൽ എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ പോയി കാണാനും അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്കൊന്ന് ഇരുന്ന് അദ്ദേഹം സംസാരിക്കാനും ഉള്ളൊരവസരം ശ്രീനി സാറ് തന്നിട്ടുണ്ട്. അതൊന്ന്. പിന്നെ അതുകൂടാതെ റാന്നിയിലുള്ള ഒരു ബിജു കുര്യൻ, സാറിന് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ബിജു കുര്യൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കടുത്ത വിശ്വാസിയാണ്. ഞങ്ങളത് ചെല്ലുന്ന അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. എന്നിട്ടും ആ വീട്ടിൽ പോയി ഒരു സമ്മേളനം ആ പ്രദേശത്തെ സംഘടിപ്പിക്കുന്ന സാറ് കാരണമായിട്ടുണ്ട്. അങ്ങനെ കുറേ യാത്രകൾ സാറുമായിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് എൻ്റെ വീട്ടിൽ രസകരമെന്ന് പറയട്ടെ, ഇപ്പോൾ ഇവിടെ ഒരു മാഡം സംസാരിച്ചത് അവർ യഥാർത്ഥത്തിൽ വിശ്വാസങ്ങളിൽ നിന്നും യുക്തിവാദ പ്രവർത്തനങ്ങളിൽ വന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്ന് കരുതി ഒരു യുക്തിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അത് നമ്മൾ കുറേ നല്ലതായിട്ട് വാഗ്വാദം ചെയ്യുമ്പോഴും അവസാനം പറയുന്ന ദൈവം എന്നുകൊണ്ട് ഞാൻ മാറത്തില്ലെന്നാണ്. ശരി, അതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഈ പറയുന്നത് പോലെയാണ് വന്നു ഞങ്ങളുടെ 2-3 ഉത്സവങ്ങളിലെ, അതായത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ശിവരാത്രി ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും അവിടെ വന്ന് ചേരുന്നൊരു സമയമാണ്.
ഈ ശിവരാത്രി ഉത്സവത്തിന് ശ്രീൻ സാറിനെ ക്ഷണിച്ചു. ഞാൻ വന്ന് കാറിങ്ങോട്ട് കൊട്ടാരക്കര വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വന്ന് ഇവരോടെല്ലാം തന്നെ നല്ല രീതിയിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരോടെല്ലാം ഇടപെടും. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നോക്കൂ ശ്രീൻ സാർ എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ മതമോ വിശ്വാസമോ ഒന്നും ആരോടും പറയാൻ നിൽക്കുന്നില്ല, നിങ്ങളാണല്ലോ എല്ലാവരോടും ഇങ്ങനെ ചോദ്യം ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നത് എന്നാണ് അനുഭവം പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ശ്രീനി സാറിൻ്റെ ഒരു അനുസ്മരണമാണ്. അദ്ദേഹത്തിന് അതാണ് നടക്കുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ സാറിൻ്റെ ആണോ, എനിക്ക് സാറിനെ ഒന്നുകൂടെ കാണണമെന്നുണ്ടായിരുന്നു, നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു. കാരണം ഈ എൻ്റെ വീട്ടിൽ വരുന്ന ഒരൊറ്റ യോഗത്തിലും അദ്ദേഹം യുക്തിവാദം എന്ന് പറഞ്ഞ വാക്കേ മിണ്ടിയിട്ടില്ല. അദ്ദേഹം അവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയും അനിയത്തിമാരോടും മക്കളും മറ്റ് ബന്ധുക്കളും പരിചയപ്പെടുകയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ യുക്തിവാദം അത് ചുമ്മാ പറയുന്നത്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഇതുപോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത്. ശ്രീനി സാറിനോടൊപ്പം ഞാൻ ഈ കൊല്ലത്ത് ഉള്ള എല്ലാ പരിപാടിക്കും പങ്കെടുക്കാറുണ്ട്. കൊട്ടാരക്കരന്നാണ് എൻ്റെ ഔദ്യോഗിക ജോലി തിരക്കേണ്ട പല കാര്യത്തിനും വരാൻ പറ്റിയിട്ടില്ല, ഉണ്ടായിരുന്നു. അവസാനം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം അവസാനത്തിൽ ഒരു വിദേശയാത്ര പോയെന്നാണ്. ഈ വിദേശയാത്ര അദ്ദേഹത്തെ വളരെ മാനസികമായി വിഷമിച്ചുള്ളതെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ ആ വിദേശയാത്ര പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറേ കൂടി ആരോഗ്യത്തോടെ ഇനിയും കുറേ വർഷങ്ങളിലൂടെ പോകാൻ പറ്റുമായിരുന്നു എന്നാണ് മനസ്സിലായത്. എന്തായാലും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായത് ഞാൻ വളരെ താമസിച്ചാണ് അറിഞ്ഞത്. ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യവും ആയുസ്സും നീട്ടി കിട്ടട്ടെ എന്ന് ആശംസിക്കും. സുഹൃത്തുക്കളെ, എന്തായാലും എല്ലാവരുടെയും ആശംസകൾ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ശ്രീനിയെ മറുപടി പ്രസംഗമല്ല 2-3 വാക്ക് പറയാൻ അതെ ഞാൻ ചോദിച്ചു. അല്ല, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വേണമെന്ന്. ഞാൻ ചോദിച്ചു വേണ്ട, ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനി ഇവിടെ വന്ന് സംസാരിക്കില്ല, ഇവിടെ നിന്ന് സംസാരിക്കും. അപ്പോൾ ശ്രീനി സംസാരിക്കാൻ വരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സാധാരണ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അനുബന്ധമായി പലപ്പോഴും പല സംഘടനക്കാർ പല സമ്മേളനങ്ങൾ നടത്തുന്നതിൽ ഒരു പ്രധാന സമ്മേളനമാണ് ആദരിക്കൽ ചടങ്ങ്. ആദരിക്കൽ ചടങ്ങുണ്ടെങ്കിൽ സംഘാടകന് വളരെ സന്തോഷമാണ്. കാരണം ആ സമ്മേളനം വിജയകരമായി മാറും. പക്ഷേ ഇവിടെ സംസാരിച്ച 1-2 സുഹൃത്തുക്കൾ അനുസ്മരണവും പിന്നെ അതുപോലുള്ള ചില വാചകങ്ങളിലൂടെ സമാപനത്തിൻ്റെ കേളികൊട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ ഒരാളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വേറെ കേട്ടുന്നവരെ പിടിച്ചു. കാരണം ഇതൊരു അനുസ്മരിക്കൽ പരിപാടിയല്ല. സാധാരണ ഇത് എപ്പോഴും നമുക്ക് അതാണ് ശീലം. ആദരിക്കൽ, അനുസ്മരണ, ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ അതല്ല ഇവിടെ നടക്കുന്നത്. പുതിയൊരു പ്രോഗ്രാമാണ്, പുതിയൊരു ഫങ്ഷനാണ്. നമ്മൾ പരീക്ഷണാർത്ഥം യുക്തിവാദ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനവധി പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. കമലഹാസനെ കൊണ്ടുവന്ന് നടത്തിയ സ്വീകരണം പോലെ ഒക്കെ പുതുമയുള്ള അതിൻ്റെ ഭാഗമായി ഉള്ള ഒരു പരിപാടിയായിട്ടൂടി ഇന്നത്തെ ഇത് കാണാവുന്നതാണ്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 50 വർഷക്കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്നു പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പ്രസ്ഥാനങ്ങളിലും ആർക്കും ഇന്ന് അത്രയും കാലം നിന്നു പോകാൻ പറ്റത്തില്ല. പക്ഷേ വളരെ മറ്റെല്ലാം മറന്നുകൊണ്ട് യുക്തിവാദ സംഘത്തിൻ്റെ ഇത്തരം ചില ഐഡിയയും പ്രയോഗവും മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം എപ്പോഴും സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലം തുറന്നു നോക്കുമ്പോൾ എനിക്ക് കാണുന്നത്. അവിടെ ഈ ലാഭേച്ഛയില്ലായിരുന്നു. കാരണം ഏതെങ്കിലും സമ്മേളനങ്ങൾ നടന്നു കഴിയുമ്പോൾ ഫണ്ട് റേസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്വരൂപിക്കുക, അതൊന്നും ഇല്ലാത്ത ഒരു സമീപനത്തിലൂടെ സംഘടനാ പ്രവർത്തനം നടത്തുകയായിരുന്നു.
അതിൽ ആർക്കും ഇഷ്ടക്കേടില്ലായിരുന്നു. കാരണം അത് അവർക്ക് അത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എങ്ങോട്ടെങ്കിലും അനാവശ്യമായി അനിയന്ത്രിതമായി ഒഴുകി പോകുമ്പോഴാണ് പലർക്കും അതിൽ ഇഷ്ടക്കേടുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് അപ്പോൾ കഴിഞ്ഞൊരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ സ്കെലിട്ടൻ ഏകദേശം ഒന്നിതാണ്. മറ്റൊന്ന് പ്രധാനമായും സംഘടനയുടെ ആദ്യകാല ചരിത്ര പുരുഷന്മാർ ഈ രീതിയിൽ പ്രവർത്തിച്ചവരാണ്. MC ജോസഫ് നമുക്ക് ഏറ്റവും മാതൃകാപരമായ വ്യക്തിത്വമാണ്. MC ജോസഫ് നീണ്ട 53 വർഷക്കാലം അദ്ദേഹം ഒരു മാസിക നടത്തിയെന്നുള്ളതാണ്. EMS നമ്പൂതിരിപ്പാട് പോലും അതിൻ്റെ ലക്കങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി വായിക്കുമായിരുന്നു. പല നവോത്ഥാന നായകന്മാരിൽപ്പെടുന്ന പലരും ആ പ്രസിദ്ധീകരണം സ്വരൂപിച്ച് വായിച്ചതായി രേഖകൾ പറയുന്നുണ്ട്. ഇതിന് സമാനമായ ഒരു പ്രസിദ്ധീകരണമാണ് ഞാൻ നടത്തിയിരുന്നത്. 1 രണരേഖ, 2 യുക്തിരാജ്യം, 3 സൂര്യഗാഥ. ഇങ്ങനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാസികകൾ യുക്തിരാജ്യവും രണരേഖയും. അത് കേരളത്തിൽ അനവധി ചെറുപ്പക്കാരെ ആകർഷിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്തും ഒരാളെ വഴി വെച്ച് കാണുമ്പോൾ അയാൾ പെട്ടെന്ന് പറയുന്നത്, ഞാൻ പണ്ട് ട്രെയിനിൽ ഇരുന്ന് നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച് വായിച്ച രണരേഖ ആണ് എന്നെ ഈ വിധത്തിൽ ചിന്തിക്കാൻ പ്രേരിതനായത്. നമ്മുടെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സുഹൃത്ത് ഈ സൈക്കിളിൽ ചവിട്ടി നടന്ന് യുക്തിവാദ പ്രചരണം നടത്തുന്ന ആനത്തലവട്ടം ആനന്ദനോ, തിരുവനന്തപുരത്തുള്ള നമ്മളൊരു യുക്തിവാദ സുഹൃത്താണ്. പുള്ളി പറഞ്ഞു, ഞാൻ പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നിൽക്കുമ്പോൾ ഇതാ ഇങ്ങനെ യുക്തിരാജ് എന്ന് പറയുന്നൊരു എഞ്ചുവടി കൈ കിട്ടുകയുണ്ടായി. ഇതാണ് എന്നെ ഇതിലേക്ക് ട്വിസ്റ്റ് ചെയ്തത്. അപ്പം ഇതുപോലുള്ള അനവധി അനുഭവങ്ങൾ അനവധി കുട്ടികൾക്ക് ആശയപരമായി പ്രചോദനം കൊടുക്കാൻ നമ്മുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇപ്പം MC ജോസഫിനെ പോലെ തന്നെ ഏറ്റുകോവൂര്, ഇടമറുക്, അല്ലെങ്കിൽ M പ്രഭ, അങ്ങനെ വരുന്ന വലിയൊരു ടീം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൽ കാരണവന്മാരായിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഏകദേശം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്നെക്കാളുമൊക്കെ എത്രയോ ഉജ്ജ്വലമായി നടത്തിയിട്ടുള്ളവരാണ്. എന്തായാലും അവരെ എല്ലാം നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇതൊരു നന്ദി, ഒരു ചെറിയ ഒരു പരിപാടി എന്നതിനപ്പുറം ഈ സന്ദർഭം നമ്മൾ നമ്മുടെ മകാന്മാരായ മൺമറഞ്ഞു പോയ അവരെ ഓർക്കുക, അവരുടെ സംഭാവനകൾ നമ്മൾ ഓർമ്മിക്കുക, അതിൻ്റെ അവർ തെളിച്ചിട്ട വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുക. തുടർന്ന് അങ്ങനെ ഒരു സജീവത വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരോടും നിങ്ങളെ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നത് വളരെ അത്ഭുതകരമായ സന്തോഷമാണ്. കാരണം വളരെ മൈലുകൾക്കപ്പുറത്ത് ഏകദേശം എറണാകുളത്ത് നിന്ന് അടുത്ത കാലത്ത് ഒരു വലിയ ഓപ്പറേഷൻ ചെയ്ത നമ്മുടെ ജോർജ് പുല്ലാട്ട് മാഷ് ഇതിൽ പങ്കെടുക്കാൻ ട്രെയിനിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ ശാരീരികമായി കഴിയില്ല. എങ്കിൽ പോലും ഇത്രയും മണിക്കൂറുകൾ താങ്ങി അദ്ദേഹം ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ശ്രീ ബാബു
ഫിലിപ്പ്, അദ്ദേഹം എറണാകുളത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്നതാണ്. അതുപോലെ ജോസായാലും ഡോക്ടർ ശരത് കുമാർ ആയാലും അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട പലരും, കൃഷ്ണൻകുട്ടി, ജോർജ് മാഷ്, അങ്ങനെ ഇത്രയും പേർ നമ്മളെ സംവിധാനം സെറ്റിങ്സിൻ്റെ അജേഷ് ഉൾപ്പെടെ, കണ്ണൻ ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.